സോ ആദ്യമേ തന്നെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഇൻഫ്രാവാൻറ്റേജിൻ്റെ എല്ലാ റെസിഡൻസിനും ഒരു നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻട്രാക്ഷൻ്റെ പർപ്പസ് നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് റെസ്പോൺസിബിൾ ലിവിങ്ങിൻ്റെ ഒരു ചോട്ടിൽ നിൽക്കുകയാണ് ഇന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നൊരു ഡിസ്കഷന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന്, കെൻറ്ററ എന്ന ഞങ്ങളുടെ സോഷ്യൽ എൻ്റർപ്രൈസ് ചെയ്യുന്ന ആസ് എ വെൻഡർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സർവീസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ഒരു സമ്മറി. രണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്താണ്, ഈ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും എങ്ങനെ അതിനകത്ത് ഹൗ ക്യാൻ യു ബി എ പാർട്ട് ഓഫ് ദാറ്റ് എൻഗേജ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഒബ്ജക്റ്റീവ്. നമുക്ക് സ്ട്രേറ്റ് അവേ വിൽ ഗോ ടു എ സ്മോൾ പ്രസൻറ്റേഷൻ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ബിക്കോസ് ഒരു ക്ലാരിറ്റി ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് വെദർ വി നോ യു നോ ഐ നോ എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതൊന്ന് ഡിസ്കസ് ചെയ്ത് ആദ്യം പോകാം. ഞാൻ പറയുന്നത് സമൂഹം നേരിടുന്ന മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇൻഡിവിജ്വൽ ഹൗസസിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഓരോരോ ബംഗ്ലാ ടൈപ്പ് ഹൗസസോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ടൈപ്പ് ഒറിസോണ്ടൽ ഹൗസസിൽ താമസിക്കുന്നുണ്ടാവും. അവർ നേരിടുന്ന പ്രശ്നം, അവരുടെ കയ്യിൽ നല്ലൊരു കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഇല്ല. രണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനോക്കുലം കൺസ്യൂമബിൾസ് ഒന്നും അവർക്ക് കിട്ടാറില്ല. ചിലപ്പോൾ നിങ്ങളും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും വെൻ യു ആർ ലിവിങ് ഇൻ എ ഹൗസ്. രണ്ട്, നിങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ കമ്പോസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലവും നമ്മൾ കോൺക്രീറ്റിൽ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എവിടെ കൊണ്ട് ചെടി വയ്ക്കാൻ? ടെറസിൽ ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്യുമെന്നുള്ളൊരു പേടി, ചിലപ്പോൾ ലീക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കമ്പോസ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളെ ഒരു ഇൻസ്പയർ ചെയ്തത്. ഇനി ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബൾക്ക് ജനറേറ്റേഴ്സ് ലൈക്ക് യു പീപ്പിൾ, ഏറ്റവും വലിയ പ്രശ്നം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിന് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്താണ് പ്രശ്നം? അത് മാത്രമല്ല, പൈസ മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള നിങ്ങളുടെ കഷ്ടപ്പാട്. കാരണം പലപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ ആ ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് നടക്കാറില്ല. അപ്പോൾ ഈ ക്യാപെക്സ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം കൊണ്ടാണ് ഇവിടെ മാലിന്യ സംസ്കരണത്തിനകത്ത് ആൾക്കാർ തയ്യാറെടുക്കാത്തത്. എങ്ങാനും ഇത് കേടായി കഴിഞ്ഞാൽ, പർച്ചേസ് ചെയ്തു കേടായി, റിപ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പുതിയ ടെക്നോളജി വന്നു, ഹൗ ക്യാൻ ഐ മൈഗ്രേറ്റ് ഇൻ ടു ദ ടെക്നോളജി? ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് ബൾക്ക് ജനറേറ്റേഴ്സിൻ്റെ തലയിൽ ഓടുന്നുണ്ടാവാം. രണ്ട്, മൾട്ടിപ്പിൾ വെൻഡേഴ്സ്, എക്യുപ്മെൻറ്റ്സ് ഒരാളെടുക്കുന്ന പർച്ചേസ് ചെയ്യുക, മാൻ പവർ വേറൊരാൾ, കൺസ്യൂമബിൾസ് വേറൊരാൾ, ഇത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ വേറൊരാൾ, സാനിറ്ററി വേസ്റ്റിന് ഒരാൾ, പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരാൾ, കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വേറൊരാൾ, ഗാർഡൻ വേസ്റ്റിന് എടുത്തുകൊണ്ട് പോകാൻ ഒരാൾ. ഐ ഹോപ്പ് ഞാനിത് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സൊല്യൂഷനിലേക്ക് എത്താൻ കാരണം. മൂന്ന്, നേരത്തെ പറഞ്ഞ പോലെ പല അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സും, ഫോർ ഉദാഹരണത്തിന് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ഏകദേശം ഒരു 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 100 അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ഞങ്ങളുടെ ബിൻസ് വെച്ചു. ഒരെണ്ണം പോലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പം വർക്ക് ചെയ്ത് വീണ്ടും തുടങ്ങി ഞങ്ങൾ ഈ പ്രോഗ്രാം അവിടെ തുടങ്ങിയപ്പോഴത്തേക്കും. കാരണം ഒരു പൈൽ ഓഫ് വേസ്റ്റ് ബിക്കേം എ പൈൽ ഓഫ് കമ്പോസ്റ്റ്. അത് വ്യത്യാസം വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കമ്പോസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയില്ല, ഫാമേഴ്സിന് വേണ്ട. കാരണം ഫാമേഴ്സിന് ഓൾറെഡി സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇഷ്ടംപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ട്, പലപ്പോഴും അവർ കണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റും ബാറ്ററിയും CFL ബൾബിൻ്റെ പീസസൊക്കെയുള്ള ജൈവവളമാണ് അവർ ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ നിന്ന് കണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര പേടിയാണ്, ഇത് കെമിക്കൽ ടോക്സിസിറ്റി ഉണ്ടോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഫാമേഴ്സ് പിക്ക് ചെയ്യില്ല. ഇനി എങ്ങാനും പിക്ക് ചെയ്യാൻ വന്നാൽ തന്നെ നല്ല വളമാണെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇവിടുന്ന് ഔട്ട്സ്കേർട്സിൽ 10-40-50 കിലോമീറ്റർ മാറിയായിരിക്കും അവരുടെ ഫാം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കമ്പോസ്റ്റിൻ്റെ ഫോർവേഡ് ലിങ്കേജ് ഒരു ചലഞ്ചാണ്. ഇതേ സമയത്ത് ഞങ്ങളുടെ ആസ് എൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ പ്രോഗ്രഷനാണ് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള സൊല്യൂഷൻസ് വെൻ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ്, ഞങ്ങൾ കമ്പോസ്റ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ സ്റ്റക്കായത് കൂടിയാണ്, കമ്പോസ്റ്റ് എന്ത് ചെയ്യും? അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് കൊച്ചി മെട്രോ പോലത്തെ മെട്രോ മീഡിയൻസ് അല്ലെങ്കിൽ റോഡ് മീഡിയൻസ്, ഇവിടുത്തെ എല്ലാ മീഡിയൻസ് ഓൾറെഡി ഈ റോഡൊക്കെ ഉണ്ടാക്കുന്നതിന് മലയും കുന്നുമൊക്കെ ഇടിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കണേ. അതും മതിയാവാഞ്ഞിട്ട് നല്ല ഫർട്ടൈലായിട്ടുള്ള ഫാം ലാൻഡ്സിൽ നിന്നും കുന്നുകളിൽ നിന്നൊക്കെ മണ്ണൊക്കെ കുത്തിപ്പൊളിച്ച് റോഡിൻ്റെ മീഡിയൻസിൽ അവിടുത്തെ ഇക്കോസിസ്റ്റത്തിനെയൊക്കെ നശിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഗാർഡനിങ് ചെയ്യാനുള്ള പ്രതീക്ഷയിലെല്ലാം കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാണ്ട് ഇവിടെ മണ്ണിടുന്നു. ഈ ഒരു പ്രക്രിയ ഞങ്ങൾ കണ്ടു. മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ട ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെയാണ് ഒരു പോസിബിലിറ്റി.
എന്തുകൊണ്ട് ഈ കമ്പോസ്റ്റ് നമുക്ക് മീഡിയൻസിലിട്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാം. അപ്പോൾ അവിടെ വന്ന ചലഞ്ച് കമ്പോസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ കമ്പോസ്റ്റ് ഇടുന്നത് 100 ഗ്രാമോ 200 ഗ്രാമോ അല്ലെങ്കിൽ 1 കിലോ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഇടാം. അങ്ങനെയാണ് ഞങ്ങൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഈ കമ്പോസ്റ്റിനെ ഒരു സോയിൽലെസ് പ്ലാന്റിംഗ് മീഡിയ, മണ്ണില്ലാ നടിയിൽ വസ്തുവാക്കി കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ മീഡിയൻസിൽ കൊണ്ടുപോയി ഇട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ സൊല്യൂഷൻസിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ടു എക്സ്പ്ലെയിൻ സിമ്പിൾ, അർബൻ ഗാർഡനിങ് അതിനു വേണ്ടി നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നത് വളരെ തെറ്റാണ്. പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതേ സമയത്ത് നമ്മൾ മണ്ണ് ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. പലപ്പോഴും നല്ല ഗാർഡൻ മണ്ണെന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം മുഴുവനും വല്ല ഇഷ്ടിക പൊടിച്ചതും ആയിക്കോട്ടെ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. മൂന്നാമത്തത്, ഇപ്പോൾ നമ്മൾ സമകാലികമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു സാധനം, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തുണ്ടാവുന്ന കാർബൺ ഫുട് പ്രിൻറ്റ്. ഒരു സാധാരണ മനുഷ്യൻ അത് അനുഭവിച്ചറിയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി. പണ്ട് കാർബൺ ഫുട് പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ 5-6 വർഷം മുമ്പ് യുണൈറ്റഡ് നേഷൻസിലും അല്ലെങ്കിൽ യൂറോപ്യൻ സമ്മിറ്റിലൊക്കെ പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സംസാരിക്കേണ്ട സ്ഥിതി വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു. അപ്പം ഈ കാർബൺ ഫുട് പ്രിൻ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, അവിടുന്ന് മണ്ണ് മുഴുവൻ കൊണ്ടുവരിക, ഇവിടുന്ന് എറണാകുളത്ത് നിന്നൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് കൊണ്ട് തട്ടുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ കെൻട്ര ഈ പ്രോഗ്രാമായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻ? ഒന്ന്, ഏറ്റവും ആദ്യത്തെ നമ്മളൊരു മുമ്പോട്ട് വെച്ചത് ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ ഒരു ആവശ്യകത മാറ്റി, ഒന്നാമത്തത്. 2, അതിന് വേണ്ടിയിട്ട് ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ്. അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും മാലിന്യ സംസ്കരണം ഇവിടെ തന്നെ നടക്കുന്നൊരു കാര്യമാണ്. എല്ലാത്തിനും കൂടി ഹീറ്റ് ചെയ്ത് ഒരു ബയോചാറാക്കുന്ന മെഷീൻ, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ ഒരു ഹീറ്റിംഗ് യൂണിറ്റാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 24 hour കമ്പോസ്റ്റർ എന്നാണ് അതിൻ്റെ ഓമന പേര്. അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് 24 hours ചാറിങ് മെഷീൻ. അതിനെല്ലാം കൂടി ചാർ ചെയ്യും, ഈ മാലിന്യത്തിനെല്ലാം കൂടി ചാർ ചെയ്യും. ചാർ ചെയ്തിട്ട് ആ സാധനം ഇറ്റ്സ് എ ടോക്സിക് പൂൾ ഓഫ് ഫിനോൾസ്. ശരിക്കും ജൈവമാലിന്യത്തിന് എങ്ങനെ ടോക്സിക് മെറ്റീരിയൽസ് ആക്കാവുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണത്. അതുപോലത്തെ കുറേ ഈ സസ്റ്റൈനബിൾ അല്ലാത്ത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലോങ് റണ്ണിൽ അത് സസ്റ്റൈനബിൾ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നിരോധിക്കും. പക്ഷേ ഒരു കുറച്ച് കഴിയുമ്പോഴേ അതൊക്കെ വരുള്ളൂ. അതിനെതിരായിട്ട് എങ്ങനെ നമുക്ക് സസ്റ്റൈനബിളായിട്ട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരാം? അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഡ് ടു എൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മെട്രോ മീഡിയൻ ഗാർഡനിങ്സ് ചെയ്യാം. 3, വീടുകൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോസ്റ്റിംഗ് ബിൻസ്, ചെറിയ വീടുകൾക്ക് വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കി. നെക്സ്റ്റ് സ്ലൈഡ്. അതിൻ്റെ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഫംഗൽ ബേസ്ഡ് ഇനോക്കുലം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ സഹായത്തോടുകൂടി സ്മോൾ ബിസിനസ് ഇന്നൊവേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SBIRI എന്നൊരു പ്രോഗ്രാം, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫണ്ട് കിട്ടുന്ന ഒരു ഓർഗനൈസേഷൻ. ഞങ്ങൾക്ക് റിസർച്ച് ലാബ് ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്തു. പെലിക്കൻ ബയോടെക് ആൻഡ് കെമിക്കൽ ലാബ്സ് പറഞ്ഞിട്ട് റിസർച്ച് ലാബ് വഴി ഞങ്ങൾ DSI ഓർഗനൈസ്ഡ് റിസർച്ച് ലാബായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു ഇനോക്കുലം കമ്പോസോർബ് എന്നാണ്. കമ്പോസ്റ്റ് ആൻഡ് അബ്സോർബ്. അത് കമ്പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, ലീച്ചൈറ്റിനെയും മണത്തിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആദ്യമായിട്ട് ഞങ്ങളത് ഡെവലപ്പ് ചെയ്തു. 2, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് വെച്ചിട്ട്. എന്താണ് FRPയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ഈസ് ഇൻഫിനിറ്റ്. ഇതുവരെയായിട്ട് ഞങ്ങൾ 10-15-20 വർഷമായിട്ട് ഞങ്ങൾ ബയോബിൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം പോലും ഞങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എവിടെയാണോ ക്ലയൻറ്റിൻ്റെ സ്പോട്ടിൽ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അങ്ങനെ ഞങ്ങൾ ബയോബിൻ ഒരു ബയോബിൻ 600 ലിറ്ററിൻ്റെ ബിൻ 15 kg വേസ്റ്റ് ഒരു ദിവസം കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിൻസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ്, നേരത്തെ പറഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലയൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ മേടിക്കണ്ട, യു സബ്സ്ക്രൈബ്, എക്യുപ്മെൻറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടേത്. അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഞങ്ങൾ എത്തി. പിന്നെ ഇതിനൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോയിൽലെസ് ഗാർഡനിങ് മൊഡ്യൂൾ അത് ഞങ്ങൾ പേറ്റൻറ്റ് ചെയ്തു. ഇന്ത്യൻ പേറ്റൻറ്റ് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് മാലിന്യ സംസ്കരണ സംവിധാനമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതാണ് ഫസ്റ്റ് വാട്ട് യു ആർ സീയിങ് ഇസ് ദ ബക്കറ്റ് ബിൻ കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, ഇൻഡിവിജ്വൽ വീടുകൾ ആവശ്യമായിട്ടുള്ളത്. 2ാമത് നമ്മളിവിടെ സ്ഥാപിക്കാൻ പോകുന്ന ബയോബിൻ. 3, നമ്മുടെ കൊച്ചിൻ മെട്രോ ഉൾപ്പെടെ ഉള്ള, ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ മെട്രോയുടെ അപ്രൂവലായി, ചെന്നൈ മെട്രോയ്ക്ക് അപ്രൂവലായി, ഡൽഹി മെട്രോ ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഹൈദരാബാദ് മെട്രോ ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ നാഷണൽ ടെക്നോളജി. PMOയിലൊക്കെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു തുടങ്ങി, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലൊക്കെ. അപ്പോൾ ഇതൊരു പോളിസി ആക്കാനുള്ളൊരു ഡിസ്കഷനും
നാഷണൽ ഹൈവേയുടെയും PWDയുടെയും മെട്രോയുടെയൊക്കെ ഒരു പോളിസി ആക്കാനുള്ള ഒരു ആശയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൊച്ചിയിൽ തന്നെ ഏകദേശം 60ഓളം അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ടെക്നോളജി ചെയ്യുന്നുണ്ട്. ഏകദേശം 50ഓളം മീഡിയൻസിൽ നമ്മുടെ വൈറ്റില തൊട്ട് MG റോഡ് വരെയുള്ള ഏകദേശം 50ഓളം മീഡിയൻസിൽ നമ്മൾ സോയിൽലെസ് മീഡിയൻ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ മാത്രമായിട്ട് ഏകദേശം 1500ഓളം വീടുകളിൽ ബക്കറ്റ് ബിന്നും ഇനോക്കുലും ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 20ഓളം കടകളിൽ കൂടി കമ്പോസ്റ്റ് ഓർബ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഗീവ് എ ബാക്ക്ഗ്രൗണ്ട് വാട്ട് വി ആർ ഡൂയിങ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഞാൻ പെലിക്കൻ കെൻഡറായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ട്രെയിനിങ്. ദിസ് ട്രെയിനിങ് ഈസ് കണ്ടിന്യൂസ്. അത് മിക്കവാറും നമ്മൾ നിങ്ങളോടുള്ള എൻഗേജ്മെൻറ്റ് ഉള്ളിടത്തോളം കാലം ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ അടുക്കലുള്ള റെസിഡൻസ് മാറും, ചില ആൾക്കാർ വാടകയ്ക്കുണ്ടായിരുന്ന ആൾക്കാർ പോവും, ചിലപ്പം ഓണേഴ്സ് മാറിയിട്ട് അവിടെ പുതിയ ആൾക്കാർ വരും. ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഇത് മാത്രമല്ല, ഇത് ഈ വേദാന്തം പോലെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പള്ളിയിലോ അമ്പലത്തിൽ പോയിട്ട് തൊഴുതൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മായ നമ്മളെ വേറെ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അതുപോലെയാണ് ഈ സെഗ്രിഗേഷൻ. എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ ഒരു സാധനം വേസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊരു ടു ഡു ഓർ നോട്ട് ടു ഡു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു 60% കേസിലും നോട്ട് ടു ഡു ആണ് വരിക. ടു ഡു എന്നുള്ള സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള സ്കിൽ, ഒരു വിൽ പവർ വേണം. ആ വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കഴിയുമ്പോൾ മനസ്സിലാവും വൈ ഐ ആം ടെല്ലിങ് ദിസ്. അപ്പം ട്രെയിനിങ് ഇൻ സെഗ്രിഗേഷൻ, ഒന്ന് ഡോർ ടു ഡോർ കളക്ഷൻ. വീൽ ഡു ഡോർ ടു ഡോർ കളക്ഷൻ. നമ്മുടെ ഒരു സ്റ്റാഫിനെ വെച്ച് നമ്മൾ ഡോർ ടു ഡോർ കളക്ഷൻ ചെയ്യും. 2, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 സെഗ്രിഗേറ്റ് ചെയ്യണം. ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, സാനിറ്ററി വേസ്റ്റ്. 3 സെഗ്രിഗേറ്റ് ചെയ്താൽ മതി. നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ബേസിക്കലി ഇത് 3 നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ജൈവമാലിന്യത്തിനെ കൊണ്ടുപോയിട്ട് നമ്മൾ മേളിൽ നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്, ഞങ്ങൾ ബിൻസ് വയ്ക്കും, അവിടെ ഞങ്ങൾ കമ്പോസ്റ്റ് ചെയ്യും. 3ാമത്തെ പോയിന്റ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. നിങ്ങൾ തരുന്ന വേസ്റ്റിനകത്ത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, മെറ്റൽ, റബ്ബർ, തുണി, റെക്സിൻ, ലെതർ. പ്ലാസ്റ്റിക് തന്നെ ഒരു 5 ടൈപ്പ് ഉണ്ട്. ഗ്ലാസ് ഓരോ കളറാണ്. ഇത്രയും ഒരു 10-15 ഐറ്റംസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ നമുക്ക് റീസൈക്ലിങ്ങിന് വിടാൻ പറ്റുക. അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്ലിങ്ങിലേക്ക് വിടും. സാനിറ്ററി വേസ്റ്റ്, ഞങ്ങളിപ്പം എറണാകുളത്തും തിരുവനന്തപുരത്തും കാണുന്ന ഏറ്റവും വലിയൊരു മോസ്റ്റ് ഡേഞ്ചറസ്, വേറെ സിറ്റീസിൽ ഞാനത് കണ്ടിട്ടില്ല, സാനിറ്ററി വേസ്റ്റ് ടെറസിലിട്ട് കത്തിക്കുന്ന ഒരു പ്രതിഭാസം. ഇപ്പോൾ രാത്രി ഒരു ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും എല്ലാ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെയും മുകളിൽ റെഡ് സോണാണ്. ഓൾറെഡി ഇത് ഒരു പോലീസിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി ഡ്രോൺ ചെയ്ത ഒരാളാണ് പറഞ്ഞത്. എക്സ്ട്രീംലി ഡേഞ്ചറസ്. രാത്രിയാണെങ്കിൽ കത്തിക്കൽ മുഴുവനും സാനിറ്ററി പാഡ് കത്തിക്കുകയാണ്. എന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങളും നമുക്ക് പുറകെ പറയാം. 3, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് കിട്ടും. ഈ കമ്പോസ്റ്റിനെ എടുത്ത് മാറ്റുന്ന ടു റോഡ് മീഡിയൻ ഗാർഡനിങ്, വി വിൽ ഡു ദാറ്റ്. അടുത്തത് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്, കമ്പോസ്റ്റിംഗ് ബിൻസ്, സപ്ലൈ ഓഫ് ഇനോക്കുലം തൊട്ടുള്ള കൺസ്യൂമബിൾസ് ഞങ്ങൾ സപ്ലൈ ചെയ്യും. അതുപോലെ ഇതിൻ്റെ ജൈവമാലിന്യം, അജൈവമാലിന്യം, സാനിറ്ററി വേസ്റ്റിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾ മാനേജ് ചെയ്യും. അതിൻ്റെ മാൻ പവർ എല്ലാം നമ്മൾ എൻഡ് ടു എൻഡ് ഞങ്ങൾ മാനേജ് ചെയ്യും. നിങ്ങൾക്ക് വളരെ ചെറിയ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ മാത്രമേ അതിലേക്ക് വരുള്ളൂ. എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറയാം. സോ ദിസ് ഈസ് ദ എൻഗേജ്മെൻറ്റ് ഇഷ്യൂ. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് സെഗ്രിഗേഷൻ സിസ്റ്റം? 3 ടൈപ്സ് സെഗ്രിഗേഷൻ: ജൈവം, അജൈവം, സാനിറ്ററി വേസ്റ്റ്. ജൈവമാലിന്യത്തിനകത്ത് കിച്ചൺ വേസ്റ്റ്, കുക്ക്ഡ് ഫുഡ്, ലെഫ്റ്റ് ഓവേഴ്സ്, വെജിറ്റബിൾ പീൽസ്, ഫ്രൂട്ട് പീൽസ്, മുട്ടത്തൊണ്ട്, ചിക്കൻ്റെയും അല്ലെങ്കിൽ മീറ്റിൻ്റെയും ഫിഷിൻ്റെയൊക്കെ ബോൺസ്, അതുപോലെ ചീഞ്ഞു പോയിട്ടുള്ള ഫിഷ്, മീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ഫ്രൂട്ട്സ്, ഇതുപോലെയെല്ലാം ജൈവമാലിന്യത്തിനകത്തേക്ക് വരും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഒരു കാരണവശാലും നിയമപരമായിട്ട് ജൈവമാലിന്യത്തിൻ്റെ ബിന്നിനകത്ത് ഒരു കാരണവശാലും ലൈനർ വയ്ക്കാൻ പാടില്ല. നിയമപരമാണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ 2016 അനുസരിച്ച്. എന്തുകൊണ്ടാണത്? കാരണം ആ ലൈനർ വെച്ച് കഴിഞ്ഞാൽ ആ ലൈനർ അഴുക്കാവും. ആ ലൈനറിനകത്ത് ഫുൾ അഴുക്ക് കിട്ടും. പിന്നെ അത് റീസൈക്കിളബിൾ അല്ല. അഴുക്ക് പിടിച്ച ഒരു നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനും റീസൈക്കിൾ ചെയ്യേണ്ട ഒരു ടെക്നോളജി ലോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിടുവായത്തരാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഗ്രാവിറ്റി ഇല്ല എന്ന് പറയുന്ന പോലെയാണ് അഴുക്ക് പിടിച്ച നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുക. എന്താണ് കാരണം? റീസൈക്ലിങ്ങിൻ്റെ എല്ലാ പ്രൊസീജിയറും ഹീറ്റ് ടെക്നോളജിയാണ്. ചൂടാക്കി, ഉരുക്കി, അതിനെ ഗ്രാനുവൽസ് ആക്കി വീണ്ടും ഒരു മോഡിലേക്ക് കടത്തിവിടുക. ഇത് ചൂടാക്കുമ്പോഴത്തേക്ക് ഏകദേശം 250-300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ചൂടാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കൊച്ചിലെ പഠിച്ച് കാണും, ജൈവമാലിന്യത്തിന് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സിങ്ക് ഗ്യാസ് ഉണ്ടാവും. എന്താണ് സിങ്ക് ഗ്യാസ്? LPG പോലെ കത്തിപ്പെട്ടിരുന്നൊരു ഗ്യാസാണ്.
നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, റീസൈക്ലിംഗ്, എസ്പെഷ്യലി റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ്, ആൾക്കാർ മരിക്കുന്നു. ഇതിന് മെയിൻ കാരണം അഴുക്കുള്ള ഈ പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ അത് അവരറിയുന്നില്ല. കാരണം അവർക്ക് ചാക്ക് കണക്കിന് സാധനം വരുന്നു, അവർ സാധനത്തിലേക്ക് ഇടുന്നു, ഉരുക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെ ആ കംപ്ലീറ്റ് ഷെഡിനകത്ത് പ്രൊഡ്യൂസർ ഗ്യാസ് നിറയും. ആ പ്രൊഡ്യൂസർ ഗ്യാസ് നിറയുമ്പോൾ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഇറ്റ്സ് എൻ എക്സ്പ്ലോസീവ്. പലപ്പോഴും ഇങ്ങനത്തെ ഇൻഡസ്ട്രീസൊക്കെ പ്രോപ്പർ സേഫ്റ്റി ഡിവൈസസൊക്കെ ഇല്ലെന്നാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണ്ടു, ഇപ്പോൾ ഒരൊറ്റ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഇപ്പോൾ അഴുക്കുള്ള പ്ലാസ്റ്റിക്കിന് എടുക്കില്ല. അവരിന്ന് ആദ്യം തുറന്നു നോക്കും. 1 മില്ലിഗ്രാം അഴുക്കുണ്ടെങ്കിൽ അവർ ചാക്കിനകത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മണം കിട്ടും. ആ മണം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതുകൊണ്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. ഈ ചാക്ക് കൊണ്ടുവരുന്ന ആളെ പിന്നെ പഠിക്കാത്തേക്ക് ആൾ കയറ്റില്ല. കാരണം കൊലപാതകി എന്നാണ് അവർ ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊലപാതകി എന്നാണ് മുഖത്ത് നോക്കി പറയുക, കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് അഴുക്കുള്ള ഒരു സാധനം നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും പ്ലാസ്റ്റിക് കവറിനെ? ഒന്നെങ്കിൽ നമ്മൾ കഴുകണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ ഇരുന്ന് ഇത് മുഴുവൻ കഴുകുക, ഇറ്റ്സ് അൺവയബിളാണ്. ആൻഡ് അഗെയിൻ ഞാൻ മനസ്സിലാക്കുന്നത് ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള കേരള സർക്കാരിൻ്റെ പല പല ഏജൻസികളും ഇനി ഒരു ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്, എസ്പെഷ്യലി കൊച്ചി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു നോട്ടവും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ലൈനേഴ്സ് വയ്ക്കാൻ പാടില്ല. ഞങ്ങൾ ചെയ്യുക, ആ ബക്കറ്റ് നിങ്ങളുടെ ബിൻ, ജൈവമാലിന്യത്തിൻ്റെ ബിന്നെടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് റൗണ്ട് ബ്രഷ് ഉണ്ട്, അത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തൂത്ത് കളയും. ചിലപ്പോഴും 1-2 ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു മാൻ പവർ റിലേറ്റഡ് ആക്ടിവിറ്റിയാണ്. നമ്മൾ 2 പേര് വിചാരിച്ചാൽ മാത്രമേ അതിന് എഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ചിലവർ മര്യാദയ്ക്ക് ചെയ്യില്ല. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും കെൻറ്ററയുടെ ആൾക്കാരുമായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ദിസ് ഇസ് എ 2-way പ്രോഗ്രാം. എവിടെയൊക്കെയാണോ സെഗ്രിഗേറ്റ് ചെയ്യാത്തത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ആ ഇൻക്ലൂഡിങ് ഹൗസിൻ്റെ നമ്പറും ആ ഇതും എടുത്ത് ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ഇടും. മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിളാണ്. ഞങ്ങൾ എടുക്കുകയില്ല വേസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് അറഗൻസ്. കൈൻഡ്ലി നോട്ട് ആ അൺസെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പ്രശ്നം. ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് എവിടെയെങ്കിലും കൂടെ ഞങ്ങൾ പൂഴ്ത്തി വയ്ക്കണം, അല്ലാണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അൺസെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഇൻഫോം ദ മാനേജ്മെൻറ്റ് കമ്മിറ്റി. ദയവ് ചെയ്ത് മാനേജ്മെൻറ്റ് കമ്മിറ്റി നിങ്ങളുടെ ഒരു റെസിഡൻഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ, അങ്ങോട്ടേക്ക് ഇൻഫോം ചെയ്തിട്ട് അവരെ കൊണ്ട് സെഗ്രിഗേറ്റ് ചെയ്യിക്കുക. അവർ സെഗ്രിഗേറ്റ് ചെയ്ത് വയ്ക്കും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഇപ്പോൾ 60 അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ചെയ്യുന്നുണ്ട്. 1-2 അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രശ്നമുള്ളൂ. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് വി കനോട്ട് കണ്ടിന്യൂ എന്ന്. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ശരിയായില്ലെന്നുണ്ടെങ്കിൽ സോറി, വി കനോട്ട് ഹെൽപ്പ്. ഞാനത് പറയാൻ കാര്യം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ദർ ഇസ് നോ മാജിക് ഇൻ ദിസ്. അപ്പം അൺസെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ടു ഡു ദിസ് ടാസ്ക്. ഇപ്പോൾ ഞാൻ ഡൽഹി പോയി, സയൻറ്റിഫിക് അഡ്വൈസർ ടു ദ CM. ഇവരൊക്കെ ഈ പ്രിമോണിഷൻസോടെയാണ് വരുന്നത്. ആരും സെഗ്രിഗേറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു കം ടു കേരള, ഒരു പ്രാവശ്യം വന്ന് നോക്കൂ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളിൽ. ഐ എം സോ പ്രൗഡ്. വി ആർ 30 years ahead. ഡൽഹി ഗവൺമെൻറ് കനോട്ട് ഈവൻ ബിലീവ് ദാറ്റ് സംബഡി ഈസ് സെഗ്രിഗേറ്റിംഗ് അറ്റ് സോഴ്സ്. നമ്മൾ അത്രയ്ക്ക് 30 വർഷം മുമ്പിലേക്ക് പോയി. ഞാൻ പറഞ്ഞു കേരളമാണ് മോഡൽ. ഇറ്റ്സ് എ മോഡൽ ടു റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആക്ച്വലി. CMൻ്റെ ഒരു പ്രോഗ്രാമത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കാര്യം പറയാനുള്ള അവസരം കിട്ടി എനിക്ക്. ഇൻഫാക്ട് CM പോലും വിശ്വസിക്കുന്നില്ല നമ്മൾ ഇത്രയും നന്നായിട്ട് പുരോഗമിച്ചു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് സെഗ്രിഗേഷൻ 100%, നോ ഡർട്ടി വേസ്റ്റ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ വളരെ ക്ലിയർ ആണ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, മെറ്റൽ, റബ്ബർ, തുണി, റെക്സിൻ, ലെതർ, ഓൾസോ കോക്കനട്ട് ഹസ്ക്, തൊണ്ടും ചിരട്ടി. അത് നമ്മൾ കമ്പോസ്റ്റിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയം എടുക്കും കമ്പോസ്റ്റ് ആവാൻ. മാത്രമല്ല അതൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹസ്കും തൊണ്ടയൊക്കെ ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റാഫ് തന്നെ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ബോയിലർ, സ്റ്റീം ബോയിലേഴ്സിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വിറകൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവർക്കൊരു വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതിൻ്റെ ഒരു യുണീക്ക് റിക്വയർമെൻറ്റ്? എല്ലാം ക്ലീൻ ആയിരിക്കണം. ഇന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എല്ലാ സിറ്റീസും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാക്കേജ്ഡ് ഫുഡാണ്. അതായത് സ്വിഗ്ഗി ഇതുപോലത്തെ പാഴ്സൽ ഫുഡ്. ഒരു ദോശ മേടിച്ച് കഴിഞ്ഞാൽ ദോശ ഒരു പ്ലാസ്റ്റിക് കവറിൽ, ചട്നി ഒരു പ്ലാസ്റ്റിക് കവറിൽ, വെള്ള ചട്നി, പിന്നെ സാമ്പാർ ഒരു പ്ലാസ്റ്റിക് കവർ. ഞങ്ങൾ പ്രാർത്ഥനയാണെങ്കിൽ 3ാമത്തെ ചട്നി ഒന്നും കൊടുത്തു വിടല്ലേന്ന്. കാരണം ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി. ഇതെല്ലാം കൂടെ പകുതി. സാധാരണ ഇപ്പോൾ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1.5 ബിരിയാണിയാണ് വരുന്നത്. ഒരാൾക്ക് തിന്നുന്നതിനേക്കാളും പറ്റുന്നതിനേക്കാളും കൂടുതൽ ബിരിയാണി വരും. അല്ലാണ്ട് വീട്ടിലൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു വലിയൊരു ഇത് ബേസിക്കലി ഇറ്റ്സ് എ പേഴ്സണൽ ഡിസിഷൻ. ഇവിടെയാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഒരു വീക്ക് പേരൻസിൻ്റെ ഒരു സിറ്റുവേഷൻ. കുട്ടികൾ പറയും അച്ഛനും അമ്മയും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നു, എനിക്കിത് വേണ്ട, പിന്നെ നിനക്കെന്ത് വേണം. എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യമാട്ടോ ഇത്. ചില സമയത്ത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉടനെ സ്വിഗ്ഗി, ഉടനെ ഒരു ഓർഡർ, സാധനം വരുന്നു, വീട്ടിലെ ഭക്ഷണം വേസ്റ്റ്, ഈ വരുന്ന ഫുഡ് മുഴുവൻ ആവശ്യത്തിൽ കൂടെ ഓർഡർ ചെയ്യുന്നു, അതിൻ്റെ പകുതി വേസ്റ്റ്. ഇതെല്ലാം കൂടി എങ്ങോട്ടൊക്കെയാണ് ഈ പോണത്? ഇറ്റ്സ് ഇമ്പോസിബിൾ.
അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞങ്ങൾ കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്, നമ്മൾ ഉണ്ടാക്കുന്ന പണ്ട് ഞങ്ങൾ പെർ ഹെഡ് അല്ലെങ്കിൽ പെർ ഫാമിലി നമ്മൾ ഇട്ടിരുന്ന ഒരു ടോട്ടൽ വേസ്റ്റ് ക്വാണ്ടിറ്റി, എസ്പെഷ്യലി ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 700 grams ആണ്, 700 gram. ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന 1 കിലോയാണ്. ലാസ്റ്റ് 3 to 4 years കൊണ്ട് കൂടാൻ കാരണം ഒന്ന്, വർക്ക് ഫ്രം ഹോം, എല്ലാവരും മിക്കവാറും വീട്ടിലുണ്ട്. അതിനേക്കാൾ ഉപരി ഈ പാഴ്സൽ ഫുഡ് മേടിക്കുക, പാഴ്സൽ ഫുഡിനകത്ത് കൂടി വേസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ബൾക്ക് ഫുഡ് പർച്ചേസ് ചില സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫുൾ ചപ്പാത്തിയുടെ പാക്കറ്റാണ്, അങ്ങനെ തന്നെ പറഞ്ഞു, പൊട്ടിച്ചിട്ട് പോലും ഇല്ല, മേടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മേലത്തെ ചപ്പാത്തിയിൽ ചെറിയ പൂപ്പൽ പോലെ, ചിലപ്പോൾ അത് വെള്ളമായിരിക്കും, വെള്ളം അവിടെ കെട്ടി തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല, അത് അങ്ങനെ എടുത്ത് അങ്ങോട്ടേക്ക് ഈ സാധനത്തിലേക്ക് ഇടുക. 30 ഞാൻ ദിവസം നോക്കിയപ്പോഴത്തേക്കും 10-40 ഉഴുന്ന വടയുടെ ഒരു ഡബ്ബ. പലപ്പോഴും നമ്മുടെ സ്റ്റാഫ് ഇവിടെ വരുന്ന 7-8 മണിയാകുമ്പോഴാണ് പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട പറഞ്ഞത്. ഞാനും വന്നിട്ടുണ്ട് അവരുടെ കൂടെയൊക്കെ, മിക്കവാറും ബാബുരാജും അശ്വിനും ഒക്കെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ വായിൽ വെള്ളം വരും. കാര്യം നല്ല തിന്നാൻ പറ്റുന്ന വടയൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മുടെ കൾച്ചർ നമ്മൾ തിന്നാൻ സമ്മതിക്കുന്നുമില്ല. എടുത്ത് തിന്നണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്കൊരു ദിവസം, അത്രയ്ക്ക് വിശപ്പ് വരുന്നു. പക്ഷേ വേസ്റ്റിൽ വരുന്ന ഈറ്റബിൾ ഫുഡ് മെറ്റീരിയൽസ്, ഇറ്റ്സ് എ ഡിസാസ്റ്റർ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ആ ഒരു കൾച്ചർ, ഞാൻ പറഞ്ഞാൽ ആ എൻഗേജ്മെൻറ്റിൻ്റെ പർപ്പസ് അതാണ്, ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അതൊരു വി ആർ ഫാർ അവേ ഫ്രം ദറ്റ് കൾച്ചർ. അവിടെ എനിക്ക് തോന്നുന്നു മലയാളികൾ കുറച്ച് മോശമാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര സെൻസിറ്റീവാണ് ഫുഡിൻ്റെ വേസ്റ്റിനെ പറ്റി, എസ്പെഷ്യലി അവരുടെ കുട്ടികളാണെങ്കിലും. എസ്പെഷ്യലി വെൻ വി ഗോ ടുവേർഡ്സ് UP, ഡൽഹി, പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര റിയാക്ട് ചെയ്യും. നമ്മൾ ഈവൻ അതിഥികൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് ഇറക്കിയൊക്കെ അറിയാറ് ചോദിക്കും. ഈവൻ ഹോട്ടലിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് നോക്കും, ഇവർ ആരാണ് ഇത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇവിടെ നമ്മൾ ഈ അബണ്ടൻസിൻ്റെ ഒരു റൈറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കണത്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതിനൊരു, ഞാൻ പറഞ്ഞില്ലേ, എൻഗേജ്മെൻറ്റ് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, ടു സെർവ് യു ആസ് എ വെണ്ടർ. പക്ഷെ അതിലുപരി ഞങ്ങൾ ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിടും. ഇങ്ങനെയൊക്കെ ചപ്പാത്തിയൊക്കെ വരുമ്പോൾ ഞങ്ങളിത് ഒരു പാക്കറ്റ് ചപ്പാത്തി വന്നിട്ടുണ്ട്, ആരാണ്, നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗ്രൂപ്പിലേക്ക് ഇട്ടേക്ക്, ആരാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ. ഇതിൻ്റെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും എടുത്ത് കൊടുത്താൽ പോരെ. എത്ര ഹൗസ് മേറ്റ്സ് ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്, എത്ര പേര് ആവശ്യക്കാർ പുറത്തുണ്ട്. സെക്യൂരിറ്റി കൊടുത്താൽ മതി, ചിലപ്പം അവർ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തോളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചിന്താഗതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അവിടെ കംപ്ലീറ്റ് പാഴ്സൽ ഫുഡ് നമുക്ക് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യാണ്ട് ഞങ്ങൾ എടുക്കില്ല. ഇപ്പം ബാബുരാജിൻ്റെ ഒരു മെയിൻ പണി ഇതെടുത്ത് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, അത് ഗ്രൂപ്പിലേക്ക് ഇടുക, തിരിച്ച് അവരെ കൊണ്ട് ഇടിപ്പിക്കുക, കഴുകി വെപ്പിക്കുക. ഇതിലൊരു പോസിറ്റീവ് സൈൻ ഞാൻ പറയാം, ആൾക്കാർ എസ്പെഷ്യലി നമ്മുടെ മലയാളികൾ സെൻസിറ്റീവ് ആ കാര്യത്തിനകത്ത്. എങ്ങാനും ഇത് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിയൊക്കെ വിട്ടിട്ട് ഓടി വരും. കാരണം ആ ഒരു ഷെയ്മിങ് അവർക്കൊരു പ്രശ്നമാണ്, അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടു, വിത്തിൻ ഫ്യൂ അവേഴ്സ് ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 1 പ്രാവശ്യം പോലും അല്ലേ ബാബുരാജ് സെഗ്രിഗേറ്റ് ചെയ്ത് ഞങ്ങൾ തരൂല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പം ഒരു വീട്ടിന് മുമ്പിൽ മിക്സ്ഡ് വേസ്റ്റ് കണ്ടു, ഫോട്ടോഗ്രാഫ് എടുത്ത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് ഇട്ടു, അവർ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. വിത്തിൻ 24 hours വി ഗെറ്റ് ദ ക്ലീൻ വേസ്റ്റ്. അത് ക്ലീൻ ചെയ്ത് തരും. ആരും ഞാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നോ ഉടക്കുമെന്നോ അല്ലെങ്കിൽ ഇപ്പം ശരിയാക്കാം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അല്ലേ, നമുക്ക് ഇതിലായിട്ട് ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് മൊത്തത്തിലുള്ളൂ ആകെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനകത്ത്. പക്ഷെ അതും സോൾവ് ആയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും. അത് എനിക്ക് തോന്നുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ ആയിരുന്നു അതിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായത്. അത് ഇറ്റ് ഗോട്ട് സോൾവ്. അതൊരു നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. സോ എവറിത്തിങ് ഹാസ് ടു ബി ക്ലീൻ. ഇപ്പോൾ ഈ ക്ലീനിങ്ങിനകത്ത് ഇറ്റ്സ് എഗെയിൻ എ കൾച്ചർ. അപ്പം നമ്മളൊരു പാൽ പാക്കറ്റ് എല്ലാവരും ഇപ്പോൾ കഴുകുന്ന ആൾക്കാരായിരിക്കും. രസം വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മീറ്റിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരും സോറി ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ കേൾക്കേണ്ട ആൾക്കാർ വന്നിട്ടില്ല. ഇവിടെയാണ് ഈ ചലഞ്ച് വരുന്നത് നമുക്ക്. ബാക്കിയുള്ള ഇപ്പം 150 വീടുകളുണ്ടല്ലോ, ഈ 150 വീടുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചാണ് ഓരോരുത്തരെയും. അതാണ് ഞാൻ പലപ്പോഴും മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് പറഞ്ഞിരിക്കണം, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. നമുക്ക് എല്ലാ മെറ്റീരിയൽസും ക്ലീൻ ചെയ്തെടുക്കുന്നതിനകത്ത് ഒരു കൾച്ചർ. നിങ്ങളെല്ലാവരും തന്നെ എല്ലാ പാക്കറ്റ്സും ക്ലീൻ ചെയ്യുന്ന ആളായിരിക്കും. ഒരു പാൽ പാക്കറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി 30 seconds മതി. പക്ഷെ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണർ കട്ടിങ് പരിപാടിയുണ്ട്. ഒരു മൂല കട്ട് ചെയ്ത് ഇങ്ങനെ പിഴിയുന്നൊരു പരിപാടി. ആ ബിറ്റാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. ഞങ്ങൾ മെട്രോ മീഡിയം ചെയ്യുന്നുണ്ടല്ലോ. മെട്രോ മീഡിയം ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം ഇത് April May ഒരു മഴയുണ്ടായി, കംപ്ലീറ്റ് MG റോഡ് ഫില്ലായി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഈ ഡ്രെയിൻസിനകത്ത് ചെറിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബിറ്റ്സ് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഫ്ലഡ് മുഴുവൻ ഉണ്ടായത്. അല്ലാണ്ട് അവിടുത്തെ ഡ്രെയിനിൻ്റെ കുഴപ്പമൊന്നുമല്ല. ആദ്യം പ്ലാസ്റ്റിക് ബിറ്റ്സ് പോയിരിക്കുന്നു, പുറകെ അരിയിൽ പോയിരിക്കുന്നു, കംപ്ലീറ്റ്ലി ജാമായിട്ട്. സംഭവിച്ചെന്താണ്, MG റോഡിലെ അടിയിലുള്ള ഈ വെയർ ഹൗസസ് ഉണ്ട്, കുറച്ച് ഈ അടിയിൽ കൂടെ പോകുന്ന കുറച്ച് കാർ ഷെഡും അതിനകത്ത് സ്റ്റോർ, കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവർക്ക് പോയത്.
ജസ്റ്റ് ബിക്കോസ് ഈ മൂല കട്ട് ചെയ്യുന്നവർ എണ്ണയുടെ മൂല കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് വയ്ക്കുന്ന പരിപാടി അല്ലേ, കാരണം നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഒരു മിനിറ്റ് എടുക്കുക, അതിന് നീളത്തിൽ കട്ട് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യരുത്. ഡിറ്റാച്ച് ചെയ്യാതെ നീളത്തിൽ കട്ട് ചെയ്ത് പാലെടുത്ത് ഇതിനെല്ലാം കൂടി 30 സെക്കൻഡ്സ് എടുക്കുള്ളൂ ഒരു പാൽ പാക്കറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു കൾച്ചറായിട്ട് മാറ്റണം. രാവിലെ എണീച്ചിട്ട് കുളിക്കുന്നു, പല്ല് കഴിക്കുന്നു, കക്കൂസി പോകുന്നു, ബമ്മ് കഴുകുന്നു, എന്തൊക്കെ പണി നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിലൊരു 30 സെക്കൻഡ്സ്, ഇപ്പോൾ 60 സെക്കൻഡ്സ്, അതൊരു കൾച്ചറായിട്ട് മാറണം. സെയിം തിങ് വിത്ത് ഓയിൽ പാക്കറ്റ്സ്. ഓയിൽ പാക്കറ്റ്സും അപ്പോൾ പാലിൻ്റെ പാക്കറ്റ് വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി. പക്ഷേ ഓയിൽ പാക്കറ്റ്സിനകത്ത് ചെറിയൊരു 2-3 ഡ്രോപ്സ് ഓഫ് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കുലുക്കി കളയുക, വീണ്ടും ഒന്ന് കുലുക്കി കളയുക, കഴിഞ്ഞു. ഓയിൽ പാക്കറ്റ് മാസത്തിൽ ഒരു പാക്കറ്റ് കൂടുന്ന ഒരു വീട്ടിൽ മേടിക്കാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? അത് തന്നെ ആരോഗ്യത്തിന് ചീത്തയാണ്. അപ്പോൾ ആ ഒരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം. കാരണം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും നോക്കാൻ സമയം കിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഈ ഓയിലുള്ള പാക്കറ്റുമായിട്ടൊക്കെ ഞങ്ങൾ റീസൈക്ലേഴ്സിലേക്ക് അയക്കും. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് എപ്പോഴും. ഇത് നമ്മൾ കാരണം വേറെ ആൾക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. പലപ്പോഴും ബാബുരാജിനോടൊക്കെ ഞാൻ പറയും, ചിലപ്പോൾ റീസൈക്ലേഴ്സ് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഈ പൈസയ്ക്ക് വേണ്ടി അവർ എന്തുവിനും ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ദറ്റ് ക്രൈം എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അവരെടുത്തുകൊണ്ട് പോയി ആരെങ്കിലും തലയിൽ കൊണ്ട് കൊടുത്തു, അവൻ മരിക്കുന്നു, അവൻ്റെ ഫാമിലിയാണ് വഴിയാധാരമാവുന്നത്. ഈ ഒരു സെൻസിറ്റിവിറ്റി നമുക്കുണ്ടാവണം. അത് എല്ലാത്തിനും എവറിത്തിങ്, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞല്ലോ, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസർ ഗ്യാസാണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ സിങ്ക് ഗ്യാസാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് എ ഡേഞ്ചർ. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. സോ ഇറ്റ് അപ്ലൈസ് ടു എവറിത്തിങ്. അതുപോലെ പാഴ്സൽ ഫുഡ് കഴുകണം. 4 പാക്കറ്റും 5 പാക്കറ്റും ഉണ്ടെങ്കിൽ കഴുകണം. അതിനകത്തൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഞങ്ങളത് പതുക്കെ ബാംഗ്ലൂരിൽ അതിനൊരു സെഗ്മെൻറ്റ് ഓൾറെഡി ആയി വരുന്നുണ്ട്. നമ്മുടെ പാത്രം അവർ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് പാത്രത്തിനകത്ത് കൊണ്ടുതരുന്നൊരു പ്രക്രിയ. അവർക്ക് ടിഫിൻ കാരിയറുണ്ട്. പക്ഷെ അതിവിടെ നമ്മൾ കുടുംബശ്രീയായിട്ടൊക്കെ സംസാരിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിചാരം അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റീയൂസബിൾ കട്ട്ലറിക്കകത്ത് നമുക്ക് പാഴ്സൽ ഫുഡ് എത്തിക്കാവുന്നൊരു സംവിധാനം. ഇപ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഞങ്ങളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് അഡ്വൈസറാണ്. ഒരു 30-40 lakhs rupees ഉപയോഗിച്ചിട്ട് ഈ റീയൂസബിൾ കട്ട്ലറീസ് എല്ലാ ഹോട്ടൽസിനും കൊടുത്ത് അതിനകത്തൊരു ബാർ കോഡിങ്ങും ഒരു ആപ്പും ഒക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടി. ഇത് ഞാൻ അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൂലയാണ്. സസ്റ്റൈനബിൾ ലിവിങ്ങിൻ്റെ ഒരു മൂലയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തൽക്കാലം സോൾവ് ചെയ്യുന്നു. പക്ഷേ ആ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷനാണെന്ന് പുറകെയുള്ള സ്ലൈഡ്സിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ആലോചിക്കണം. അത് പുറകെ നമുക്ക് സംസാരിക്കാം. മൂന്നാമത്തത് സാനിറ്ററി പാഡ്സ് ആൻഡ് ഡയപ്പേഴ്സ്, നാപ്കിൻസ് ഇതായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റാണ്. എങ്ങനെ ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടെ. ഇന്ന് ആയിരുന്നു നാപ്കിൻസും ഡയപ്പേഴ്സും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതിന് പെർമിഷൻ കിട്ടൂലായിരുന്നു. ഇത് മനുഷ്യർ ശീലിച്ചു പോയത് കാരണം വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരു കുരിശായിട്ട് ഇപ്പോൾ മനുഷ്യർ കൊണ്ട് നടക്കുകയാണ്. കാരണം സാധാരണ രീതിയിൽ ഒരു മിക്സ്ഡ് പ്ലാസ്റ്റിക് 1 കിലോ മിക്സ്ഡ് പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 5 milligram ഡയോക്സാൻ ഫ്യൂറാൻ ഉണ്ട്. ഡയോക്സാൻ ഫ്യൂറാൻ ഇസ് എ മോസ്റ്റ് ടോക്സിക് കെമിക്കൽ ഇൻ ദ സർഫസ് ഓഫ് ദി എർത്ത്. അതായത് നമ്മൾ സെറിൻ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിയറ്റ്നാമിലൊക്കെ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഈ കെമിക്കൽ വാർഫെയറിനൊക്കെ ഉപയോഗിക്കുന്നതാണ് സെറിൻ ഗ്യാസ്. അതിനേക്കാളും 100 times മോർ ടോക്സിക് ആണ് ഡയോക്സാൻ ഫ്യൂറാൻ. 1 kg പ്ലാസ്റ്റിക് കത്തിച്ച് അതിനകത്തുനിന്ന് വരുന്ന ഗ്യാസ് എടുത്ത് ഒരാളുടെ മുഖത്തേക്ക് ഒരു മാസ്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ആൾ ചത്തുപോകും. 1 kg മിക്സ്ഡ് പ്ലാസ്റ്റിക്. ഒരു നാപ്കിൻ കത്തിച്ച് കഴിഞ്ഞാലും അത്ര സാധനം ഉണ്ടാവും. ഒരു ഡയപ്പർ കത്തിച്ചാൽ ഇരട്ടി ക്വാണ്ടിറ്റി ഓഫ് ഡയോക്സിൻ ആൻഡ് ഫ്യൂറാൻ. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. എന്താണ് ഇതിൻ്റെ അഡീഷണൽ പ്രോബ്ലം? ഇത് എയറിനേക്കാളും ഡെൻസറാണ്. കത്തിച്ച് നമ്മൾ മുകളിലേക്ക് പോകുന്ന ഗ്യാസ് മുഴുവനും കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഒക്കെയാണ്. ഇത് സൈഡിൽ കൂടെ, ഈ ചിമ്മിണിയുടെ സൈഡിൽ കൂടെ നേരെ അടിയിലേക്കാണ് വരണേ. ഈ കത്തിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകാരെ ഒന്നും മനസ്സിലാക്കുന്നില്ല. അവരൊന്നും കത്തിച്ചിട്ടില്ല. കുറച്ച് കാർബൺ മോണോക്സൈഡ് പുറത്ത് കളഞ്ഞല്ലാണ്ട് അവരുടെ ഡയപ്പറും നാപ്കിനും ഒക്കെ പൂർണ്ണമായിട്ടും അവരുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇൻ എ ഡിഫറെൻറ്റ് ഫോം. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഇൻസിനറേറ്റർ അനുവദിക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ ഇൻസിനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വെൻ വി സ്റ്റാർട്ടഡ്. ഇന്നിപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, എത്ര ബിസിനസ് തന്നാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇനി ഇൻസിനറേറ്റർ വെക്കില്ല. അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഇൻസിനറേറ്റർ വെച്ചിട്ട് കോസ്റ്റ് കുറച്ചിട്ടുള്ള സർവീസ് മോഡലുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ വി ആർ ക്ലിയർ. ഞങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് ഞങ്ങൾക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു. നോ, വി ആർ ലൂസിങ് കോമ്പറ്റീഷൻ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞങ്ങൾ ഇൻസിനറേറ്റർ വെച്ചിട്ടുള്ള ഒരു പരിപാടിയും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഡയപ്പറും നാപ്കിനും
പൂർണ്ണമായിട്ടും നമുക്കൊരു ഡബിൾ സ്റ്റേജ് ഇൻസിനറേറ്ററിൽ കൂടെ വേണം നമ്മൾ കത്തിക്കാൻ. ആദ്യം നമ്മൾ കത്തിച്ചിട്ട് അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന എഗെയിൻ സിങ്ക് ഗ്യാസ് പോലത്തെ ഗ്യാസ് ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഡീസലോ പെട്രോളോ ഫ്യൂവൽ നമ്മൾ സ്പ്രേ ചെയ്ത് കത്തിച്ച് അതിനെയാണ് നമ്മൾ കളയേണ്ടത്. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ്. മിനിമം ഗാഡ്ജറ്റിൻ്റെ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റി ഗാഡ്ജറ്റിൻ്റെ വില തന്നെ 1 കോടി രൂപ എടുത്ത് വരും. അതൊരിക്കലും ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിനോ ഒരു കമ്മ്യൂണിറ്റിക്കോ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കീൽ എന്ന് പറയുന്നത് കേരള എൻവറോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അമ്പലം മേളിലുണ്ട്. ദേ ആർ ഹാവിങ് എ സെറ്റപ്പ്. വി ആർ ദ ഫസ്റ്റ് പീപ്പിൾ ടു രജിസ്റ്റർ ചെയ്തു. അവർ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം പോയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഞങ്ങളാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. ഞാനും ബാബുരാജും കൂടി രജിസ്റ്റർ ചെയ്യണം. കാരണം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ഞങ്ങളെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം ദർ വാസ് നോ പ്രൊസീഡൻസ്. അപ്പം ഞങ്ങളുടെ കംപ്ലീറ്റ് വേസ്റ്റ് ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോണേ, ഡയപ്പർ ആൻഡ് നാപ്കിൻസ്. അപ്പോൾ ഡയപ്പർ ആൻഡ് നാപ്കിനും നമുക്ക് തിരിച്ചറിയണം. അവിടെയും പലപ്പോഴും ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ചില വില്ലത്തരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അൺസെഗ്രിഗേറ്റ് ചെയ്യാത്ത വേസ്റ്റിനെ പൊതിഞ്ഞ്, പേപ്പറിൽ പൊതിഞ്ഞിട്ടാണല്ലോ വയ്ക്കേണ്ടത്, അൺസെഗ്രിഗേറ്റ് ചെയ്യാത്ത വേസ്റ്റിനെ പേപ്പറിൽ പൊതിഞ്ഞ് ഈ ഡയപ്പർ നാപ്കിൻ്റെ രൂപത്തിൽ നമുക്ക് തരും. എന്താ ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഞങ്ങൾ അവർക്ക് 30 രൂപ എടുത്ത് നമ്മൾ കൊടുക്കണം, കീലിലേക്ക് കൊടുക്കണം. ഇത് മുഴുവൻ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കണം. ഇതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള യെല്ലോ ബാഗ് അവർ തരും. 7 രൂപ 8 രൂപയും കണ്ടാണ് അതിൻ്റെ വില. ഇത്രയും കോസ്റ്റ് ഫാക്ടർ അതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1/2 കിലോയൊക്കെ ഒരു വീട് ഉണ്ടാക്കുന്നൊരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ ഈ കോസ്റ്റ് വെച്ചിരിക്കുന്നത്. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ സാധാരണ ഞങ്ങളുടെ എക്സ്പീരിയൻസിനകത്ത്. ഒരു വലിയൊരു കോസ്റ്റാണ് ഞങ്ങൾക്ക് ഈ സാനിറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത് ചില വില്ലന്മാരെന്ത് ചെയ്യും, ഈ അൺസെഗ്രിഗേറ്റഡ് വേസ്റ്റ് പൊതിഞ്ഞ് ഞങ്ങളിൽ തരും. നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആരെങ്കിലും തുറന്നു നോക്കാൻ പറയാൻ പറ്റുമോ, ഡയപ്പറാണോ നാപ്കിനാണോ? അപ്പോൾ ഇവിടെയൊക്കെ ഒരു അവയർനെസ്, ഇത് വേണ്ടാത്തൊരു എന്താ പറയുക, ഒരു അസുര ഗുണം അല്ലേ, അസുര സ്വഭാവങ്ങളാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻച്വലി ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇഫ് വി ആർ അൺവയബിൾ വി കനോട്ട് കണ്ടിന്യൂ. അപ്പോൾ നമ്മളെ വയബിളാക്കി നിർത്തുന്ന ഒരു ആവശ്യം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതിന് നിങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. കൈൻഡ്ലി അപ്രീഷിയേറ്റ് ദറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് ബേൺഡ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങൾക്കും മെയിൻ കാരണം ഈ ഡയോക്സിൻ ഫ്യൂറാനാണ്, ഇൻക്ലൂഡിങ് ലിവർ ടോക്സിസിറ്റി, കിഡ്നി പ്രോബ്ലംസ്. അത് പലപ്പോഴും കുട്ടികളെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെയൊക്കെ ബോഡി വെയ്റ്റ് ഒരു 50 to 60 kg അല്ലെങ്കിൽ 70 kgക്ക് മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് പെർ kg ഇമ്പാക്റ്റ് ഒരു 5 മില്ലിഗ്രാം നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു. പക്ഷെ 10 കിലോയിലൊരു കുട്ടിക്ക് ഇത് ഇമ്പാക്റ്റ് ഇസ് 5 times. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഇതുപോലത്തെ സാധനങ്ങൾ കത്തിക്കുമ്പോൾ വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുക. അത് ആരാണെന്ന് നോക്കരുത്. സ്വന്തം ഞാൻ എൻ്റെ റീസെൻ്റ്ലി ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ഹൗസ് ഓൾസോ. ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നപ്പോൾ എൻ്റെ ചേച്ചി വന്നു സൗദിയിൽ നിന്ന്. അവർക്കൊക്കെ കത്തിക്കലാണല്ലോ മെയിൻ പരിപാടി. ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് ഡയപ്പറുണ്ട്. അവർ കോമ്പൗണ്ടിൽ ഞാൻ നോക്കുമ്പോൾ ഇട്ട് കത്തിക്കണു. നല്ലൊരു ബഹളം ഉണ്ടാക്കി. അപ്പം തന്നെ അവർ അതിനെ വിളിച്ച് ബാഗ് കൊണ്ടുവന്ന് ചാക്കിനകത്തേക്കാക്കി. അന്ന് ഇവിടെ ആ പരിപാടി ക്ലോസ് ചെയ്തു. പരിപാടി ക്ലോസ് ചെയ്തത് മാത്രമല്ല, ചുറ്റുമുള്ള ആൾക്കാരോട് പറഞ്ഞു ഇവർ കത്തിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു എൻ്റെ ചേച്ചിയെ പറ്റി എന്നോട് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു പഞ്ചായത്തിൽ ഞാൻ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ ഫാമിലിയുടെ ഹെൽത്ത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ജസ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ കമ്പോസ്റ്റിംഗ് ബിൻസ് വർക്ക്. ഒന്ന്, ഇതാണ് നമ്മുടെ എയറോബിക് കമ്പോസ്റ്റിംഗ് ബിൻസ്. ഈ കമ്പോസ്റ്റിംഗ് ബിൻസിനകത്ത് എയറേറ്റിംഗ് പൈപ്പ്സ്. അപ്പം നമുക്ക് ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 2-3 വിധത്തിലുണ്ട്. ഒന്ന് അനറോബിക് കമ്പോസ്റ്റിംഗ്, രണ്ടാമത്തെ എയറോബിക് കമ്പോസ്റ്റിംഗ്, മൂന്നാമത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മിക്സ്ഡ് ആണ്. എയറോബിക് അനറോബിക്. അതിന് ആദ്യം അനറോബിക് ചെയ്തിട്ട് എയറോബിക് ചെയ്തിട്ട് അനറോബിക് ചെയ്യുന്നൊരു പരിപാടി. ഇതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു എയറോബിക് ബിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എയറോബിക് ബിന്നിനകത്ത് വേണ്ടത് എയറാണ്. അപ്പോൾ അടിയിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ചെറിയ ഹോൾസ് ഉണ്ട്. അവിടെ കൂടെ എയർ കയറും. ഈ എയർ കണ്ടക്റ്റിംഗ് പൈപ്പ്സ് വഴി എയർ മുകളിലേക്ക് പോകും. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് ഇടുന്നു, ഇനോക്കുലം ഇടുന്നു. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടണം. ഒരു ദിവസം കൊണ്ട് ഒരു ബിന്നിലേക്ക് നമ്മൾ ഇതെല്ലാം പറയാൻ കാരണം, ഇതൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ദിസ് ഇസ് എ റിമോട്ട് കൺട്രോൾ ആക്ടിവിറ്റി. എല്ലാ ദിവസവും ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ അതിനകത്തുണ്ടാകുന്ന, ആരെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ വെളിയിൽ പോയി നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം, പറ്റുകയാണെങ്കിൽ. കാരണം അതിനകത്ത് വിൽ വെൽക്കം യു, നോട്ട് ടു ഫൈൻഡ് ഫാൾട്ട് ബട്ട് ടു ബി കോംപ്ലിമെൻ്ററി. അപ്പം വേസ്റ്റ് നമ്മൾ ഇടുന്നു, ഇനോക്കുലം ഇടുന്നു. അതൊരു 15 കിലോ വേസ്റ്റിൽ കൂടുതൽ ഒരു ബിന്നിലേക്ക് ഇടാൻ പാടില്ല. ബിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പൾപ്പാവും. വെയിറ്റ് ഇറ്റ്സ് ഓൺ വെയിറ്റ് കാരണം പൾപ്പാകും, പിന്നെ എയർ കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ ഒരു 15 കിലോ വേസ്റ്റാണ്, ഏകദേശം 2 to 3 ഇഞ്ച് വേസ്റ്റാണ് ഒരു ബിന്നിലേക്ക് ഒരു ദിവസം ഇടാൻ പാടുള്ളത്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഇനോക്കുലം ഇടുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ക്വാണ്ടിറ്റി അനുസരിച്ച് ഏകദേശം 14 ബിന്നാണ് അല്ലേ, 14 ബിൻസ് വേണം. ആ 14 ബിൻസ് നമ്മൾ വയ്ക്കുന്നു. 7 ബിന്ന് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യും. ഒരു മാസം കൊണ്ട് അത് ഫില്ലാവും, അതവിടെ ഇരിക്കും. അടുത്ത 7 ബിൻ അടുത്ത മാസം ചെയ്യും. അപ്പോഴത്തേക്ക് ഇത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതെടുത്ത് മാറ്റും. ഇങ്ങനെ നമ്മൾ മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും അടിയിലൊരു ടാപ്പുണ്ട്, നിങ്ങൾ ഫസ്റ്റ് കാണാം, വെള്ള കളറിലുള്ള ടാപ്പ്. എല്ലാ ദിവസവും അതിനകത്ത് നിന്ന് ലീച്ചേറ്റ് വരും. നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിനകത്ത് ഒരു 80% വെള്ളമുണ്ട്. ആ വെള്ളം ഊറി വന്ന് അത് നമ്മൾ കളക്ട് ചെയ്യും.
ആ കളക്ട് ചെയ്യുന്ന ലിക്വിഡിനകത്ത് ദാറ്റ്സ് എ വെരി ഗുഡ് മൈക്രോബിയൽ സോഴ്സ്. ഒരു സി സിക്കകത്ത് 2 ലക്ഷം CFU ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നിങ്ങളുടെ STPയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ STPക്ക് പിന്നെ നിങ്ങൾക്ക് ഈ മൈക്രോബ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പലപ്പോഴും മൈക്രോബ്സ് പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ടാവും. യു വിൽ നോട്ട് റിക്വയർ ദാറ്റ്. സാധാരണ ഞങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ടോയ്ലറ്റിലേക്ക് അങ്ങോട്ടേക്ക് ഒഴിക്കും. ഓട്ടോമാറ്റിക്കലി അത് പോയിക്കോളും. എന്നിട്ട് കുറച്ച് ഫിനോയിൽ പുൽത്തൈലം അഴിച്ചു വയ്ക്കുകയാണ്. അതിനുള്ള സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ വി യൂസ് അവർ ഇനോക്കുലം കമ്പോസർ. നെക്സ്റ്റ് സ്ലൈഡ്. സെയിം തിങ്, ദാറ്റ്സ് ഇറ്റ്. കുറച്ച് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ബിന്ന് വേസ്റ്റ് നിറയുന്നു, ഇനോക്കുലം നിറയുന്നു, കമ്പോസ്റ്റ് ആക്കുന്നു. ഫൈൻ. സോ എന്താണ് 100% ഡീകമ്പോസിഷൻ ഓഫ് എല്ലാം? മുട്ടത്തൊണ്ട്, എല്ല്, മുള്ള്, ഇതൊന്നും എല്ല് മുള്ളൊന്നും കംപ്ലീറ്റ് ഡീകമ്പോസ് ആവില്ല. അതിൻ്റെ കാൽഷ്യം ഫോസ്ഫേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ പ്രോട്ടീനൊക്കെ ഡീകമ്പോസ് ആയി കഴിഞ്ഞാൽ ഒരു ഷെല്ല് പോലെ ഇരിക്കും. കക്കയുടെയൊക്കെ ഷെല്ല് കിട്ടുന്ന പോലെ ഇരിക്കും നമ്മുടെ സാധനം. രണ്ട്, സാധാരണ കമ്പോസ്റ്റിംഗ് ബിന്നിനകത്ത് നമ്മൾ ഇളക്കുകയും മറിക്കുകയൊക്കെ വേണം. ഇതിനകത്ത് ചെയ്യേണ്ടത് മൈസീലിയം ബേസ്ഡ് ആണ്, ഫംഗൽ ബേസ്ഡ് ആണ്. ഇളക്കാൻ പാടില്ല. മൈസീലിയം സ്പ്രെഡ് ചെയ്തിട്ടാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത്. നോ എക്സ്റ്റേണൽ എനർജി. നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് എനർജി ഒന്നും ആവശ്യമില്ല. മണം ഉണ്ടാവില്ല. മണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, നമ്മുടെ ഇനോക്കുലം കവർ ചെയ്ത് കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ല. മണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനോക്കുലം പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെന്ന് അർത്ഥം. രണ്ടാമതൊരു ചാൻസ് ഉള്ളത് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മിഠായി പൊതി നമ്മുടെ കമ്പോസ്റ്റിംഗ് ബിന്നിനകത്തേക്ക് കയറി, ഈ ഒരു മിഠായി പൊതി ഇവിടെ ഇരിക്കുന്നു, പിന്നെ ആ ഒരു കംപ്ലീറ്റ് കോളം ഓഫ് വേസ്റ്റ് കമ്പോസ്റ്റ് ആവില്ല. കാരണം എയർ സർക്കുലേഷൻ ബ്ലോക്ക് ആയി പോകുന്നു. കാരണം ഇത് ചൂട് എയർ മുകളിലേക്ക് കയറി ഡിസിപ്പേറ്റ് ആയി പോകണം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബിറ്റ് പോലും ഇല്ലാതെ നമുക്ക് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കിട്ടുക എന്നുള്ളത് കമ്പോസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. രണ്ടാമത്തത് ലിക്വിഡ്. സാമ്പാർ, മോര്, തൈര്, അതുപോലത്തെ ലിക്വിഡായിട്ട് രസം, ഇതൊന്നും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടില്ല. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണിത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ സിങ്കിലേക്ക് ഒഴിക്കുക. സിങ്കിലേക്ക് ഒഴിച്ചിട്ട് കിട്ടുന്ന സോളിഡാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത്. ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബിന്ന് ഫുള്ള് അനേറോബിക് ആയിട്ട് മാറും. അതിനകത്ത് എയർ സർക്കുലേഷനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ ലീച്ചേറ്റ് ക്വാണ്ടിറ്റി, നമ്മൾ എത്ര ലീച്ചേറ്റ് എടുത്തു കഴിഞ്ഞാൽ ലീച്ചേറ്റ് വന്നുകൊണ്ടിരിക്കും. ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ ചെറിയ ചെറിയ ശീലങ്ങളാണ്. പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാമ്പാറിൻ്റെ ലിക്വിഡ് നമുക്ക് സിങ്കിലേക്ക് വിടാം. സോളിഡ്സ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് എടുക്കേണ്ടത്. അത് ഒരു ചെറിയ ട്രെയിനിങ്ങിനകത്ത് ശരിയായിക്കോളും. ലീച്ചേറ്റ് പ്രൂഫ്. സാധാരണ ബിൻസിനകത്ത് സൈഡിൽ ഹോൾസ് ഉണ്ടാകും. കമ്പോസ്റ്റിംഗ് ബിൻസിനകത്ത് ശരിക്കും ഞങ്ങൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് പഠിച്ചതാണ്. ഐ ഡോണ്ട് വോണ്ട് ടു നെയിം ദ ബ്രാൻഡ്. അപ്പം സൈഡിൽ കൂടെ ഒക്കെ ലീച്ചേറ്റ് വരും. അതിന് പകരമാണ് ഞങ്ങൾ നെറ്റും അടിയിൽ കൂടെ ലീച്ചേറ്റ് കളക്ഷൻ ടാങ്കൊക്കെ ഞങ്ങൾ വെച്ചത്. വളരെ കുറച്ച് ഏരിയ ഫുട് പ്രിൻറ്റ് മതി. കാരണം 1 സ്ക്വയർ മീറ്ററിൻ്റെ ബിന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും കമ്പോസ്റ്റിംഗ് ബിൻസിനകത്ത് നിന്ന് വരുന്ന കമ്പോസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ സ്മൂത്ത് ഓപ്പറേഷൻ. അവിടെയാണ് ഞങ്ങളുടെ ഇനോക്കുലം കാരണം ഞങ്ങൾക്കൊരു വെരി ഗുഡ് കമ്പോസ്റ്റും അതുതന്നെ സോയിൽലെസ് പ്ലാന്റിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളത്. ആൻഡ് ഇറ്റ്സ് എ ലോ കോസ്റ്റ് സൊല്യൂഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. സോ ദിസ് ഈസ് വാട്ട് ഇപ്പം ഞങ്ങൾ MG റോഡിലൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ പിക്ചറാണിത്. MG റോഡിൽ ചെയ്യുന്ന ഇതിൻ്റെ പിക്ചറാണ്. ഇതാണ് ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വി ആർ യൂസിങ് CSR സ്പോട്ട്. നോ സോയിൽ. വാട്ട് യു ആർ സീയിങ് ഈസ് കമ്പോസ്റ്റ്. എൻറ്റയർ കമ്പോസ്റ്റ് ആൻഡ് ഗാർഡൻ വേസ്റ്റ് മാത്രം. STP സ്ലഡ്ജ് ഉണ്ട്. നമ്മുടെ STPയുടെ ഒക്കെ സ്ലഡ്ജ് നല്ല സ്ലഡ്ജ് കേട്ടോ. അല്ല, ഇവിടുന്നൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന സ്ലഡ്ജിനൊക്കെ ഭയങ്കര മണം ഉണ്ടാവും. ഇത് നമ്മൾ നല്ല STPയുടെ സ്ലഡ്ജ് കിട്ടും. നല്ല വളമുള്ള സ്ലഡ്ജ്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് അടുത്തൊരു പണി. നമ്മൾ ഇവിടുന്ന് ഡോർ ടു ഡോർ കളക്ഷൻ ചെയ്തുകൊണ്ട് പോകുന്ന ആളുടെ ഒരു മേജർ പണി ഈ വരുന്ന നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ എല്ലാ ദിവസവും ഒരു 8-10 ഐറ്റംസ് ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഈ പിക്ചറിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ആ സ്ഥലത്ത് അയാൾക്കൊരു വേസ്റ്റ് അഴുക്കുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മാനസിക സ്ഥിതി ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. അയാൾ അതിന് കൈവച്ച് വേണമെങ്കിൽ പെറുക്കി മാറ്റാൻ. പെറുക്കി വരുമ്പോഴേ ചിലപ്പോൾ ഒരു ഡയപ്പറോ അല്ലെങ്കിൽ വളരെ പുഴുത്തിരിക്കുന്ന ഒരു പുളിച്ച ഒരു പാക്കറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഹീ വിൽ ബി അയാൾക്ക് ലോകത്തിനോട് തന്നെ വെറുപ്പാവും. ആ വെറുപ്പ് മുഴുവനും അനുഭവിക്കും. ബാബുരാജും അശ്വിനും ഞാനൊക്കെ ചിലപ്പോൾ അനുഭവിക്കും, ചിലപ്പോൾ നിങ്ങളും ഒക്കെ അനുഭവിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കാരണമല്ല നമ്മളിവിടെ വന്നിരിക്കണേ, അല്ലേ? ഇത് ജസ്റ്റ് എ സ്മോൾ വര. ഇല്ലെന്നുണ്ടെങ്കിൽ വി വിൽ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു വരയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ആൻഡ് ലെറ്റ് us ഓൾസോ ഹെൽപ്പ് ഹിം ഔട്ട് ടു ഹാവ് എ കംഫർട്ടബിൾ ലൈഫ്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ദാറ്റ് ഈസ് വാട്ട് വി വിൽ ഡു ആസ് എ വെണ്ടർ. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ എൻഗേജ്മെൻറ്റ്? ഇതെല്ലാം ഈ നമ്മുടെ തലമുറ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഇരിക്കുന്ന 2 പിള്ളേർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരാളുണ്ട്, 2 പേരുണ്ടായിരുന്നില്ല ഇവിടെ? ഒരാൾ പോയോ? ഒരാൾ പോയി. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്,
കഴിഞ്ഞ ഒരു 2 ജനറേഷനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സസ്റ്റൈനബിളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു സമൂഹത്തിനെ വളച്ചൊടിച്ച് ഇതുപോലത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന് ആക്ച്വലി നമ്മൾ ആ വളഞ്ഞ ഒരു വാല് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പിടിച്ച് നേരാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതൊന്നും ഒരു സൊല്യൂഷനല്ല. ഞാൻ ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ് വിത്ത് യു. ആ ജൈവമാലിന്യത്തിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നേരത്തെ പറഞ്ഞ ആ പ്ലാസ്റ്റിക് റീസൈക്കിളിറ്റി എന്നൊക്കെ കുറേ സാധനം ഞാൻ പറഞ്ഞല്ലോ, നൺ ഓഫ് ദം ആർ റീസൈക്കിളബിൾ. ഓൺലി മെറ്റൽ ഈസ് റീസൈക്കിളബിൾ. പ്ലാസ്റ്റിക് ഈസ് നോട്ട് റീസൈക്കിളബിൾ, പേപ്പർ ഈസ് നോട്ട് റീസൈക്കിളബിൾ. ഇതിനൊന്നും റീസൈക്കിളബിലിറ്റി ഇല്ല. സോ ഇവിടെയാണ് ആ ഒരു അവയർനെസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം നമ്മൾ കുറേ തുണി ഉടുത്തിട്ടുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ട്, കണ്ണടകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാമോ? ഇപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, ബാബുരാജ് ഞങ്ങൾക്ക് യൂണിഫോം അടിച്ച് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു. ബാബുരാജിനെ പറഞ്ഞൂടാ, ഇത് തന്ന ആൾക്കും പറഞ്ഞൂടാ. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി വി ഹാവ് ഗോൺ ബാക്ക് ടു ദി മിൽ ഇൻ തിരുപ്പൂർ. എന്താണ് ഞങ്ങൾക്ക് അറിയാവുന്നൊരു സാധനം വെച്ച് ഞങ്ങൾക്ക് തുണി ഉണ്ടാക്കി തരും. കാരണം ഇത് എന്ത് ചെയ്യണം? ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു, കീറി കഴിഞ്ഞു, അല്ലെങ്കിൽ കറ പിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എവിടെ കൊണ്ട് കളയണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് നോ. അല്ല, നോബഡി സിറ്റിംഗ് ഹിയർ വിൽ ബി നോയിങ്. നമ്മുടെ വിചാരം 100% കോട്ടൺ ഒരു ലേവൽ ഉണ്ടെങ്കിൽ 100% കോട്ടൺ ആണെന്നാണ്. പക്ഷേ നൺ ഓഫ് ദ കോട്ടൺ മെറ്റീരിയൽ ഇസ് കോട്ടൺ. മിനിമം 30% പോളിയസ്റ്റർ ഇല്ലാത്ത ഒരു കോട്ടൺ ഫാബ്രിക് ഇന്ത്യയിലില്ലെന്നാണ് ആ ബില്ലുകാരും പറയണത്. കാരണം ഞാൻ അവരോട് പറഞ്ഞു കോട്ടൺ ഫാബ്രിക്കിൽ എനിക്ക് ബനിയൻ വേണമെന്ന് പറഞ്ഞു. ഐ കാനോട്ട് ഗീവ് യു. വൈ? ബിക്കോസ് എനിക്കത് വീവ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഇസ് നോ മെഷീൻ വിച്ച് ക്യാൻ വീവ്. അങ്ങനത്തെ ഒരു യാൺ പറഞ്ഞത് ഇന്ത്യയിലില്ല. ഇറ്റ്സ് മേ ബി ജർമ്മനിലൊക്കെ ഉണ്ടാവും. ഇവിടെ മിനിമം 30% പോളിയസ്റ്റർ ഇല്ലാണ്ട് ഇറ്റ് വിൽ നോട്ട് ഗോ ത്രൂ ദറ്റ് വീവിങ് മെഷീൻ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് കോട്ടൻ്റെ ഇത് വീവ് ചെയ്യാൻ. ഹാൻഡ്ലൂമിലേക്കാണ് ചെയ്യാൻ പറ്റുക. സോ ഇത്രത്തോളം ക്വാളിറ്റി ചെക്ക് ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഫുട് വെയർ അത് ലെതറാണോ, റെക്സിനാണോ, PVC ആണോ, റബ്ബറാണോ, വി ഡോണ്ട് നോ. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞോട്ട് നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ? എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇതിനകത്ത്, മേ ബി സയൻറ്റിസ്റ്റ് ഉണ്ടാവും. ഐ ആം എ കെമിസ്റ്റ്. ഐ ഡോണ്ട് നോ. മൈ PhD ഈസ് ഇൻ കെമിസ്ട്രി. എനിക്കൊരു പിടിയില്ല ഞാൻ ഇട്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. ആൻഡ് ഓരോ പ്രാവശ്യം ഞാൻ ചോദിക്കും എന്താണെന്ന്. ആ കടക്കാരന് പറഞ്ഞുകൂടാ. ദർ ഇസ് നോ ലേബൽ. സോ വി ആർ ലിവിങ് ഇൻ എ മെസ്. അപ്പോൾ ആ മെസ്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദം ആർ റീസൈക്കിളബിൾ എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ബിഫോർ ഐ ഗോ ടു ദറ്റ് സ്ലൈഡ്, ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് വാട്ട് വി ആർ ജനറേറ്റിംഗ്, ജൈവമാലിന്യം അല്ല അജൈവമാലിന്യം, 1 മില്യൺ ടൺ പ്ലാസ്റ്റിക് ആണ് ഒരു ദിവസം ലോകത്തുണ്ടാക്കണം. 1 മില്യൺ ടൺ. ഓൾമോസ്റ്റ് 80 ബില്യൺ. ദിസ് സ്ലൈഡ് വാസ് മെയ്ഡ് ഓൾമോസ്റ്റ് ഇൻ ഇയർ ബാക്ക്. 80 ബില്യൺ. അപ്പം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഒരു ബില്യൺ കൂടെ ആവാനുള്ള സമയമായിട്ടുണ്ടാവും. ഓക്കെ. സോ ഓൾമോസ്റ്റ് ഒരു 100 ബില്യൺ ടൺസിനകത്തുള്ള നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക്, പേപ്പർ, റെക്സിൻ, ലെതർ, ഇതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. നൗ നൺ ഓഫ് ദം ഹാവ് ബീൻ റീസൈക്കിൾ. ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്? സോ ലെറ്റ് us talk about plastic recycling. പ്ലാസ്റ്റിക്കിൻ്റെ 3 ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് നമുക്കുള്ളത്. ഒന്ന് വെർജിൻ പ്ലാസ്റ്റിക്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്തിനാ അറിയണമെന്ന് ആലോചിക്കും. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആ സോളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവയർനെസ് ഉണ്ടാവണം. എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഷുഡ് നോ അബൌട്ട് ദിസ്. പ്ലാസ്റ്റിക് റീസൈക്കിളിനകത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ ഹൈറാർക്കിക്കകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് വെർജിൻ പ്ലാസ്റ്റിക്. അതാണ് നമുക്ക് ബ്ലോ മോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫിലിം ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളെല്ലാം തന്നെ ബ്ലോ മോൾഡാണ്, എയർ വെച്ച് വീർപ്പിച്ചുണ്ടാക്കുന്ന സാധനമാണ്. അതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും നമുക്ക് പ്ലാസ്റ്റിക് ഫിലിംസ് ഉണ്ടാക്കാൻ പറ്റില്ല. 50% ഇലാസ്റ്റിസിറ്റി പോയി കഴിഞ്ഞു. പിന്നെ അതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് നമ്മൾ ഈ ചെയർ, ബക്കറ്റ്, മഗ്ഗൊക്കെ ഉണ്ടാക്കാം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിൻ്റെ അടിയിലൊരു ബുഷില്ല, കറുത്ത കളറിലെ ബുഷ്. 3 പ്രാവശ്യം റീസൈക്കിൾ ചെയ്തതോടുകൂടി പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിംഗ് കഴിഞ്ഞു. പിന്നെ ഇത് കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യപ്പെടണം. അപ്പോൾ ഇത് എൻറ്റയർ അല്ലേ നോലേജ് നമുക്ക് ആർക്കെങ്കിലും ഈ കഥ അറിയാമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഈ പ്ലാസ്റ്റിക്കിനെ റീസൈക്ലിംഗ് തിരക്കി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വി ആർ ടോൾഡ് എ ബിഗ് ലൈ അബൌട്ട് റീസൈക്കിളബിലിറ്റി ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ ഗ്രാം ഓഫ് പ്ലാസ്റ്റിക് ഈസ് റീസൈക്കിൾഡ്. ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് മുഴുവനും നമ്മുടെ മണ്ണിലോ വെള്ളത്തിലോ കടലിലോ കരയിലോ കിടപ്പുണ്ട്. ബില്യൺസ് ഓഫ് ടൺസ് ഓഫ് പ്ലാസ്റ്റിക്. അടുത്തത് പേപ്പർ. പേപ്പർ എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് സ്ട്രാൻഡ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെല്ലുലോസിൻ്റെ സ്ട്രാൻഡ് വീണ്ടും പൾപ്പാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് അടിച്ച് അതിനെ ഉതിർത്ത് വീണ്ടും മോൾഡ് ചെയ്തെടുക്കണം. 50% ഓഫ് ദി പൾപ്പ് ഈസ് ലാസ്റ്റ് ഇൻ, അതിൻ്റെ സ്ട്രാൻഡിൻ്റെ ലെങ്ത് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി CV കൂടെ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് ഈ കേരളത്തിലെ കംപ്ലീറ്റ് പേപ്പർ യൂണിറ്റ് മുഴുവൻ പൂട്ടി. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരെണ്ണം ഒഴിച്ച് നമ്മുടെ വെല്ലൂരിൽ ഒഴിച്ച് അല്ലാതെ വേറെ ഒരെണ്ണം ഇല്ല. കാര്യം എന്താ അറിയോ? ഇവർ മുഴുവനും പെരിയാറിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ പൂട്ടിപ്പോയി. സംഗതി ഇപ്പോൾ പേപ്പർ റീസൈക്ലിങ്ങിന് യൂണിറ്റ് കേരളത്തിലില്ല.
ഇത് മുഴുവനും കത്തിക്കപ്പെടുകയാണ്. ഈ പേപ്പർ റീസൈക്ലബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ പേപ്പർ റീസൈക്ലബിലിറ്റി കാർട്ടൺസ് പോകുന്നുണ്ട്, ഇതെല്ലാം TNPLലേക്കോ കുറച്ച് വെല്ലൂർ പ്ലാന്റിലേക്കോ പോകുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ പേപ്പർ ഇസ് നോട്ട് ഗെറ്റിംഗ് റീസൈക്കിൾ ചെയ്യുമ്പോൾ തന്നെ 50% ഓഫ് ദ പേപ്പർ ഇസ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡ്രെയിൻ. അത് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോയി എഫ്ലുവൻറ്റിനകത്ത് സ്ലഡ്ജ് ഉണ്ടാക്കി ഉണക്കി അവർ ബോയിലറിൽ കത്തിക്കുക. അപ്പോൾ പേപ്പർ റീസൈക്ലബിലിറ്റി വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പേപ്പർ കളയാമെന്ന് വിചാരിക്കേണ്ട. നോട്ട് ഈവൻ പേപ്പർ ഇസ് നോട്ട് റീസൈക്ലബിൾ. 3 റബ്ബർ, റെക്സിൻ, ലെതർ, തുണി, 4 റീസൈക്ലബിലിറ്റി ഇല്ല. ആലോചിച്ച് നോക്കിയേ, എല്ലാ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും റംസാനും ഒക്കെ തുണി മേടിച്ച് കൂട്ടുക, ബർത്ത്ഡേക്ക് തുണി മേടിച്ച് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ 84ാം പിറന്നാളായിരുന്നു. വീട്ടിൽ ഭയങ്കര അടിയായിരുന്നു ഞാനുമായിട്ട്. ഞാൻ എല്ലാവരെയും വിളിച്ചൊരു പ്രസൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരെണ്ണം കൊണ്ടുവരും സമ്മതിച്ചില്ല. എല്ലാവരും ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കിട്ടിയൊരു 10 ഈ സാധനം പൊന്നാട. കാരണം ഓൾറെഡി 60 ഷഷ്ടിപൂർത്തി ചെയ്തതിൻ്റെ മുണ്ട് അപ്പോഴും ഇരിക്കുക അലമാരിക്കകത്ത്, ആർക്കും വേണ്ട, ഇവിടെ മുണ്ടെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് പോയി. പലപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫിന് ഇപ്പോൾ തുണി മേടിക്കണ്ട, ഇതിനകത്ത് ഇതല്ല വേറൊരു പാൻറ്റ് എനിക്ക് കിട്ടി, ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്, എന്തിനാണത് കളഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. നല്ല ഉഗ്രം പാൻറ്റ്, എനിക്ക് തോന്നുന്നത് അലമാര നിറഞ്ഞു കാണും. ഞാൻ ഇത് വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, ഇറ്റ് ഹാസ് ടു ബി ഹിറ്റ് ഓൺ ദ ഹെഡ്. അനാവശ്യമായിട്ടുള്ള തുണി മേടിച്ച് നമ്മൾ അത് കളയുന്ന ഒരു സ്വഭാവം. എന്താ എൻ്റെ കോൺസിക്വൻസസ്? വി ആർ അണ്ടർ ട്രമൻഡസ് പ്രഷർ ഓഫ് വേസ്റ്റ്. അപ്പം എങ്ങനെ, ഹൗ ക്യാൻ വി ഗെറ്റ് ഇൻ ടു, വി ആർ റെഡി ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ ക്ലോത്ത് ക്യാമ്പയിൻ, വി ക്യാൻ ബ്രിങ് പീപ്പിൾ. പക്ഷേ ഉപയോഗിക്കാവുന്ന തുണികൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ നമുക്കിവിടെ ചെയ്യാം. ഞാൻ പറയണത് നിങ്ങൾ മേടിക്കരുതെന്നല്ല പറയണത്, ബട്ട് അറ്റ്ലീസ്റ്റ് ലെറ്റ് us ഹാവ് എൻ അവയർനെസ് ദാറ്റ് ദർ ഇസ് നോ റീസൈക്ലബിലിറ്റി ഫോർ എനിത്തിങ്. റബ്ബർ ആൻഡ് റെക്സിൻ, ഓരോ പ്രാവശ്യവും ലെതർ ബാഗ് മേടിക്കുമ്പോഴോ ചെരുപ്പ് മേടിക്കുമ്പോഴോ ബാഗ്സ് മേടിക്കുമ്പോഴോ ആലോചിക്കുക, പറ്റുമെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ റിപ്പയറിംഗ് ക്യാമ്പയിൻ വെക്കാം. വി ക്യാൻ ബ്രിങ് കോബ്ലർ ഹിയർ. നമ്മൾ ചെയ്തിട്ടുണ്ട് റിപ്പയറിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ചെയ്തിട്ടുണ്ട്. കൊട, ഈ അടുത്ത തലമുറയ്ക്ക് എന്താണ് റിപ്പയറിംഗ് എന്ന് അറിഞ്ഞുകൂടാ. അതേ തിങ്ക് ദറ്റ് എവറിത്തിങ് ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ കളയുക എന്നുള്ളതാണ് അവരുടെ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സോ ലെറ്റ് us ക്രിയേറ്റ് എ സ്മോൾ ക്യാമ്പയിൻ ഹിയർ. അയാൾക്ക് നല്ലൊരു വരുമാനമായിരിക്കും. അപ്പം മാത്രമല്ല, 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആൾ 3-ാമത്തെ പ്രാവശ്യം ആൾ കണ്ടെത്താൻ വന്നോളും. കാരണം ഇവിടുത്തെ കെയർ ടേക്കറും അല്ലെങ്കിൽ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടൊരു പരിചയമായി, എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന ആളെന്ന് വരാൻ പറയൂ. സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ദറ്റ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് വി ഹാവ് ടു ക്രിയേറ്റ്. ആൻഡ് അത് എല്ലാം നമുക്ക് റിപ്പയറിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക്, അടുത്തത് ഞങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ റിപ്പയറിംഗിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ലെറ്റ് us see about that. അടുത്തത് പെറ്റ് ബോട്ടിൽ ഇസ് അനദർ പ്രോഡക്റ്റ്. ഇന്ന് വന്നിരുന്നെങ്കിൽ അതിന് അതിന് മാർക്കറ്റിലേക്ക് വരില്ലായിരുന്നു. പോളിയെത്തിലിൻ ടെറിത്താലൈറ്റ് ഫസ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് ഫുഡ് ഗ്രേഡ്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അടിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് മെറ്റൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അത് കഴിഞ്ഞിട്ട് അത് പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കി ലോറിക്കകത്ത് കയറ്റി വരുമ്പോഴത്തേക്കും ഒരു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും അതിൻ്റെ ആംബിയൻ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ പെറ്റ് എന്ന് പറയുന്ന സാധനം വാട്ടർ സൊല്യൂബിളാണ് ഇൻ നാനോഗ്രാംസ്. കണ്ടിന്യൂസ് ആയിട്ട് പെറ്റ് ലീച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ആ പെറ്റ് ഇസ് ടോക്സിക് ഫോർ ഹ്യൂമൻ ബീയിങ്. പോളിയെത്തിലിൻ ടെറിത്താലൈറ്റ് എല്ലാം നമുക്ക് ടോക്സിക്കാണ്, ലിവറിനും കിഡ്നിക്കും ടോക്സിക്കാണ്. ഇത് നമ്മൾ പലപ്പോഴും ഈ പെറ്റ് ബോട്ടിലുള്ള വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ബഫ് ടേസ്റ്റ് കിട്ടുന്നുണ്ടാവും. ചില സമയത്തൊരു ടേസ്റ്റ്, ബഫ് ടേസ്റ്റ്, അത് താലൈറ്റ് ടേസ്റ്റാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ബോഡി അബ്സോർബ് ചെയ്യുകയോ ഇല്ലയോ 100% നമ്മുടെ താലൈറ്റ് ബോഡി അബ്സോർബ് ചെയ്യും. ഇന്ന് കാണുന്ന എസ്പെഷ്യലി സ്ത്രീകളിൽ കാണുന്ന ലിവർ സിറോസിസ്, മദ്യപിക്കാത്ത പുകവലിക്കാത്ത സ്ത്രീകളിൽ, അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിൻ്റെ ഒരു മേജർ റീസൺ നോട്ട് ടു ഞാൻ അത് പറയില്ല, ഹൈജീൻ കോൺഷ്യസ്നെസ് പലപ്പോഴും കുറച്ച് സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പോൾ എന്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും വെള്ളം നല്ലതാണോ അതൊക്കെ പേടിയണം. പുരുഷന്മാരിൽ കുറച്ചത് കുറവാണ്, കാരണം പലപ്പോഴും ഇങ്ങനെ കറങ്ങി അടിച്ച് വെള്ളം കളിക്കൊണ്ടായിരിക്കും. അപ്പോൾ ഈ നല്ല വെള്ളം നോക്കി മേടിച്ച് കുടിക്കുന്നത് എന്തെന്നാ ഈ പെറ്റ് ബോട്ടിൽസിലെ വെള്ളമാണ് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നു. സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ? ക്യാരി വൺ വാട്ടർ ബോട്ടിൽ. വെള്ളം നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഐ ഹാവ് പർച്ചേസ്ഡ് എ പെറ്റ് വാട്ടർ ബോട്ടിൽ ഇൻ മൈ ലൈഫ്. ഇത് ഭാഗ്യത്തിന് കെമിസ്ട്രി ലൈൻ ആയത് കാരണം, കൊച്ചിലെ തന്നെ ടോക്സിറ്റിക്ക് തലയ്ക്കകത്ത് കയറിയത് കാരണം, അന്ന് അറിവില്ലാത്ത സമയത്ത് ബിസ്ലറിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് മേടിക്കാൻ പറ്റില്ല. 10 രൂപയ്ക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ലഞ്ചും ഡിന്നറും ഇല്ലാന്നർത്ഥം. അത് ആ സമയത്ത് മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. പൈസയുള്ള സമയത്തേക്കും മനസ്സിലായി ഒരിക്കലും മേടിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. സോ ഐ ക്യാരി എ വാട്ടർ ബോട്ടിൽ. ഐ ഹാവ് എ വാട്ടർ ബോട്ടിൽ, 2 ചായ കപ്പ്, 1 ടിഫിൻ ക്യാരിയർ. പാഴ്സൽ ഫുഡ് ഞാൻ മേടിച്ചിട്ടില്ല, പെറ്റ് ബോട്ടിൽ മേടിച്ചിട്ടില്ല, ഒരു പേപ്പർ കപ്പ് ഞാൻ മേടിച്ചിട്ടില്ല. സോ വി ക്യാൻ ക്രിയേറ്റ് എ സ്മോൾ ലൈഫ് സ്റ്റൈൽ ലൈക്ക് ദാറ്റ്, സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് സച്ച് പ്രോബ്ലംസ് ഹിയർ. അപ്പോൾ ഇതൊരു കൾച്ചർ ചേഞ്ചാണ്. ഹൗ ഡു യു മേക്ക് യുവർ സെൽഫ് ഫിറ്റ് ഇനഫ്, ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ഇനഫ് ഫോർ ദറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പെറ്റ് ബോട്ടിൽസിൻ്റെ അടുത്ത പ്രശ്നം, ഇത് പെറ്റ് ബോട്ടിൽ ഇപ്പം റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട് എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ പെറ്റ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തിട്ടാണ്
ഇന്ന് ഇന്ത്യയിൽ കാണുന്ന 100% പോളിസ്റ്റർ തുണി. ഇപ്പോൾ തുണിയാണ് ടൺ കണക്കിന് ഞങ്ങളുടെ കയ്യിരിക്കുന്നത്. പെറ്റ് ബോട്ടിൽ നിറം മാറി, മറ്റേ ഈ നിറം മാറി വന്ന ഭൂതം എന്ന് പറഞ്ഞ പോലെ ഒരു ഭൂതം മാറി വേറൊരു രൂപത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവയർനെസ് നമ്മൾ ഇനി ഒരു പെറ്റ് ബോട്ടിൽ റീസൈക്കിൾ ആണെന്നൊരു കഥയെ കേൾക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് പോളിയസ്റ്റർ തുണി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ആലോചിക്കുക, ഭൂതം നിറം മാറി വന്നിരിക്കുകയാണ്. അടുത്തത് ലാമിനേറ്റഡ് പേപ്പർ. ലാമിനേറ്റഡ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളൊരു പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ലാമിനേറ്റഡ് പേപ്പർ, ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ബേസിക്കലി. പേപ്പർ കപ്പ് ആൻഡ് പേപ്പർ പ്ലേറ്റ്. പേപ്പർ കപ്പും പേപ്പർ പ്ലേറ്റും എന്ന് പറയുന്നത് പേപ്പറല്ല. മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനകത്തൊരു കോട്ടിംഗ് ഉണ്ട്. അത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്, വാക്സ് കോട്ടിംഗ് ആണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ വാക്സ് ഇളകി, അല്ലേ? അതൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില ഒരു ടെക്കി വയറ്റിനകത്ത് കാപ്പി കുടിച്ച് അവസാനം വയറ് തുറന്ന് നോക്കിയപ്പോൾ മുഴുവനും ഈ സാധനം പ്ലാസ്റ്റിക് ആയിരുന്നു. അതുപോലും അല്ല പ്രശ്നം ഇവിടെ. അതിനകത്തും ഈ ചെറിയ ലാമിനേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ടാലൈറ്റ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിസൈസറാണ്. സോ പേപ്പർ കപ്പിനകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അതിനകത്തൊരു പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നുണ്ട്, ടാലൈറ്റ്. വെറും പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, ടാലൈറ്റ് ഇളകി വരും. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ് പേപ്പർ കപ്പ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ചോദ്യം ചോദിക്കുന്നത് സർക്കാരിനെ ബാൻ ചെയ്യാൻ പാടില്ലെന്ന്. സോ ഇവിടെ മദ്യവും പുകവലിയും പോലും ബാൻ ചെയ്യാൻ പറ്റാത്ത സർക്കാർ, അത് ഐ എം നോട്ട് ടെല്ലിങ് അഗെയിൻസ്റ്റ് ഓർ ഫോർ, ഇറ്റ് ഇസ് എ പീപ്പിൾ വാണ്ട് യു ബൈ, ഇറ്റ് ഇസ് യുവർ പ്രോബ്ലം എന്നുള്ളതാണ്. സി വാട്ട് വി വാണ്ട് സർക്കാർ വിൽ ഗിവ്. ഇഫ് യു വാണ്ട് ടു ബാൻ ലിക്കർ ദേ വിൽ ബാൻ. If you want to ban cigarette, they will ban. If you want to ban paper cup, they will ban. ആവശ്യമില്ലെങ്കിൽ നമ്മൾ സർക്കാരിന് ടാക്സ് കിട്ടുന്ന സാധനമാണ്. സർക്കാർ നമ്മളല്ലേ. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ഒരാൾ MLA MP മന്ത്രി ആയെന്ന് വരാം, ചെറിയൊരു വരം അറിയാൻ മതി. പക്ഷെ അതുകൊണ്ട് ദർ ഇസ് നത്തിങ് സംബഡി ദർ. സൊസൈറ്റിയാണ് മാറേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പേപ്പർ കപ്പും പേപ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്രശ്നം, ഇറ്റ് ഈസ് നോട്ട് ഫുഡ് ഗ്രേഡ്, ഇറ്റ് ഈസ് നോട്ട് എക്കോ ഫ്രണ്ട്ലി. കാരണം അതിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഉണ്ട്, പേപ്പർ ഉണ്ട്. ഇതിനെ റീസൈക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൾപ്പിംഗ് മെഷീനകത്ത് ഇട്ട് പ്ലാസ്റ്റിക്കും പേപ്പറും സെപ്പറേറ്റ് ചെയ്ത് പൾപ്പിനെ നമ്മൾ പൾപ്പിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങളൊരു DST പ്രോജക്റ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 2 വർഷമാണ് ഞങ്ങൾ തലയും കുത്തി ഇതിൽ നിന്ന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേപ്പർ, ഈ ഒരു പേപ്പർ കപ്പിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് എനർജി കോസ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ദി പേപ്പർ കപ്പ്. വെറും ഡിസിൻറ്റഗ്രേഷൻ കോസ്റ്റ്. പിന്നെ എങ്ങനെയാണ് അതിനെ കൊമേഴ്ഷ്യലി റീസൈക്കിൾ ചെയ്യാൻ പറ്റുക? 2 വർഷം ഞങ്ങൾ തലയും കുത്തി നിന്നിട്ട് ആ മെഷീനൊക്കെ കൂടി ഞങ്ങൾ ജങ്ക് ചെയ്തു. ഞങ്ങൾ റിപ്പോർട്ടും കൊടുത്തു, DSTക്ക് റിപ്പോർട്ട് കൊടുത്തു, പേപ്പർ കപ്പ് ഈസ് ഹൈലി അൺവയബിൾ ഫോർ എൻവയോൺമെൻറ്റ്. അത് അപ്പം തന്നെ അവർ പൂഴ്ത്തി. കാരണം അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ ചേട്ടന്മാരെ അവരുടെ ജോലി ഉറപ്പിക്കും. അപ്പോൾ ഇത് ഇറ്റ്സ് എ കോക്കസ്. സോ ഇറ്റ് ഇസ് ജസ്റ്റ് നോട്ട് മീ ആൻഡ് യു ഹു ഇസ് ഡിസൈഡിങ്, ബട്ട് ഐ ഹാവ് എ ചോയ്സ്. പേപ്പർ കപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ചെന്നൈയിലായിരുന്നു. എൻ്റെ കയ്യിൽ ഞാൻ രാവിലെ ചായ കുടിക്കാൻ, അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ 6 മണി 5:30 കഴിയുമ്പോഴേ ചായ കിട്ടുകയുള്ളൂ. ആൻഡ് ഐ വിൽ നോട്ട് യൂസ് ദോസ് മറ്റേ ഒരു ചായക്ക് 10 പാക്കറ്റ് പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒരു പാൽ പാക്കറ്റ്, 2 പാൽ പാക്കറ്റ്, 2 ചായപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഒരു ചായ ഉണ്ടാക്കേണ്ടത്. അത് ഒരു ചായ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഒരു 1/2 കിലോ പ്ലാസ്റ്റിക് ചായ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ ചായക്കപ്പം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് പേപ്പർ കപ്പിലാണ് ചായ കൊടുക്കണേ. ഞാൻ ഈ കപ്പ് കൊടുത്തു, സുഖമായിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു, കപ്പിനകത്ത് ചായ കുടിച്ചിട്ട് പോകുന്നു. സോ ദിസ് ഇസ് എ ലൈഫ് സ്റ്റൈൽ പോസിബിൾ. ഇത് നമ്മൾ യൂറോപ്യൻസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കും, അല്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു, വാവ് ഗ്രേറ്റ്, ജർമ്മൻസ് ആർ ഡൂയിങ്, യൂറോപ്യൻസ് ആർ ഡൂയിങ്, വി ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അത് നമുക്കിപ്പോൾ ഞാൻ ട്രെയിനിലോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പിൽ ചായ കുടിക്കുക, അല്ലെങ്കിൽ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കപ്പിലാണ് ഞാൻ ചായ കുടിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സോ പേപ്പർ കപ്പ് ആൻഡ് പേപ്പർ പ്ലേറ്റ് ഇസ് സംതിങ്. അതുപോലെ തെർമോക്കോൾ, പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, ഇനിയൊരു കട്ട്ലറിയാണ് തെർമോക്കോൾ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്റ്റൈറീൻ, പോളിസ്റ്റൈറീൻ. സ്റ്റൈറീൻ ഞങ്ങൾ ലാബിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 5th ഗിയർ ഓഫ് പ്രൊട്ടക്ഷൻ വേണം, ഗ്യാസ് മാസ്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരാഴ്ച സാലറി കിട്ടിയും. അത്രയ്ക്കും ടോക്സിക് ആയിട്ടുള്ള സാധനത്തിനകത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കാര്യം എന്താണ്? അയാൾ ലൈസൻസ് ഇല്ലാണ് ഈ കട്ട്ലറി, ഈ ഒറ്റ തെർമോക്കോൾ കട്ട്ലറിക്ക് ലൈസൻസ് ഇല്ല. അവർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് മേടിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ എത്രത്തോളം ഈ സമൂഹവും ബിസിനസ്സും മണ്ടന്മാരാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. സോ ദിസ് ഈസ് വെയർ അവർ ഒറിജിനൽ പർപ്പസ്. വി along with your collaboration should get into all these things. Package free grocery supply chain. നിങ്ങൾക്കറിയാം, ഇവിടെ തൃപ്പൂണിത്തുറയിലൊരു കടയുണ്ട് ഇപ്പോൾ, പനമ്പള്ളി നഗറിൽ, ബിറ്റു. സോ വി ആർ ആക്ച്വലി സപ്പോർട്ടിങ് ഹിം. ആകെ ഒരു 1-2 വീടുകൾ ഒഴിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വയബിൾ മാർക്കറ്റ് സപ്ലൈ, ഇതിപ്പം ഓട്ടോമാറ്റിക്കലി ഈ പാക്കേജിങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഗെറ്റ് ഇൻ ടു സം അതർ പാക്കേജിങ്. അത് റീയൂസബിൾ പാക്കേജിങ് ആയിരിക്കണം. ഇമാജിൻ അറ്റ്ലീസ്റ്റ് ഒരു 50 to 100 ഫാമിലീസ് ഇൻ ഇൻഫ്രാ വിൻറ്റേജ് ആർ കമ്മിങ് ടുഗദർ. 50 ഫാമിലീസ് മതി. എല്ലാ വീട്ടിലേക്കും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡബ്ബ, ഞാൻ ബിറ്റുനോട് പറഞ്ഞിട്ട്, ബിറ്റു ഈസ് ഓൾസോ റെഡി, വി ആർ ഓൾസോ റെഡി ടു ഇൻവെസ്റ്റ് ഓൺ ദാറ്റ്. ഡബ്ബകൾ ഞങ്ങൾ മേടിച്ചോളാം. പക്ഷേ മുളക് ഒരു 500 ഗ്രാമിൻ്റെ ഡബ്ബ
അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സൊസൈറ്റിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വിൽ കം ഇൻ ടു ദറ്റ് പ്ലാൻ. ഞങ്ങൾ 60 വീടുകളിൽ ചെയ്തിട്ട് ഈ പരിപാടി ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറീസ് ഞങ്ങൾ ഡബ്ബയ്ക്കകത്ത് കൊണ്ടുവരാം. അടുത്തൊരു ഡബ്ബ ഞങ്ങൾ വി വിൽ പുട്ട് 1 സെറ്റ് ഓഫ് ഡബ്ബ ഇൻ സ്റ്റാൻഡ് ബൈ മോഡ്. പക്ഷേ മാസത്തിലൊരിക്കലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം വയബിൾ അല്ല. ഇപ്പോൾ ഓർഡർ ചെയ്തൊരു പാക്കറ്റ് മഞ്ഞൾ വേണമെന്ന് എനിക്ക് തരാൻ പറ്റില്ല, കാരണം ഇറ്റ് ഇസ് നോട്ട് വയബിൾ. ഇങ്ങനത്തെ ഒരു പ്ലാൻ, ദിസ് ഈസ് വാട്ട് ഇസ് എ ഫ്യൂച്ചർ ഓഫ് റീയൂസബിൾ കട്ട്ലറി വരും, യാതൊരു സംശയമില്ല. ഇറ്റ് ഈസ് കോപ്പ് ഡിസ്കഷനിലുണ്ട്, UN ഡിസ്കഷനിലുണ്ട്, നമ്മൾ എല്ലാ ഫോറത്തിലും സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ CIAയുടെ സസ്റ്റൈനബിലിറ്റി മീറ്റർ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കോൺഫറൻസിലായിരുന്നു ഞാൻ പോയിരുന്നത്. ദ മേജർ ഡിസ്കഷൻ ഈസ് പാക്കേജിങ്. എങ്ങനെ റീയൂസബിൾ പാക്കേജിങ്ങിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ റീസൈക്ലബിൾ പാക്കേജിങ്ങിലേക്ക് എത്തിക്കാം. അവർ വെരി ക്ലിയർ, പ്ലാസ്റ്റിക് ഈസ് എ മെസ്, ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് കൈവക്കി പറഞ്ഞു ഓക്കെ വി ആർ ഹാവിങ് എ പ്രോബ്ലം. ഫൈനലി ഇതുവരെ അവർ പല പരിപാടിയും പറയുമായിരുന്നു, റോട്ടിലിടാം, അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് റിജി പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടിയും പറഞ്ഞിട്ട് അവസാനം ഇന്നലെയൊക്കെ ഏകദേശം കൈവക്കി സുല്ലിട്ട പരിപാടിയാണ്, നമുക്ക് നടക്കണില്ല, കാരണം പല ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. സോ ഇവിടെയൊക്കെയാണ് വി ക്യാൻ ഷോ എ മോഡൽ ആസ് എ കമ്മ്യൂണിറ്റി. ഹൗ ക്യാൻ വി ഗെറ്റ് ഇൻ ടു റീയൂസബിൾ കട്ട്ലറീസ്. പാല്, നിങ്ങളെല്ലാവരും പാല് മേടിക്കുന്നുണ്ടാവും. ഞാൻ ഇതിനായിട്ട് ഒരു പാൽ പാക്കറ്റ് മേടിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ളൊരു പാൽക്കാരനോ എവിടെയെങ്കിലും, നമ്മൾ പല സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും വി ഫൈൻ സംബഡി. സോ ഇമാജിൻ ദിസ് 50 houses or 100 houses അപ്രോച്ച് വൺ ഫാം. ഇവിടെയൊക്കെ ഫാം ഉണ്ട്. അയാൾ സുഖമായിട്ട് ഗ്ലാസ് ബോട്ടിലിൽ പാല് കൊണ്ടുത്തരും. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ, ഹൗ ക്യാൻ വി ഹെൽപ്പ് ദം ടു ക്രിയേറ്റ് ദ സപ്ലൈ ചെയിൻ. ഇവിടെ നമുക്ക് പറയാം, എനിക്ക് വേറെ അയാൾക്ക് വേണമെങ്കിൽ ബിസിനസ് ആണല്ലോ ചെയ്യണേ, അയാൾ കൊണ്ട് തരട്ടെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇങ്ങനത്തെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് രക്ഷയില്ല. നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പൊളിഞ്ഞു പോകും. കാരണം ആ സ്റ്റാഫിനെ നല്ല സ്പിരിറ്റിൽ നിർത്തണം അല്ലേ? ആ സ്റ്റാഫിനെ ഒരു വിഷമവും ഇല്ലാതെ, ഡിപ്രഷൻ ഇല്ലാതെ, കാരണം ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവരുടെ. ജീവിതമൊക്കെ തകർന്നുകൊണ്ടാണല്ലോ അവർ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു പണിയുണ്ടെങ്കിൽ, ഒരു രക്ഷയുണ്ടെങ്കിൽ വരുമോ? ഒരു വഴിയുണ്ടെങ്കിൽ അവർ പണിക്ക് വരില്ല. ഓൾറെഡി ഹി ഓർ ഷീ ഹാസ് സഫേർഡ് ഇനഫ്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു റഫ് ലൈഫാണെന്നുണ്ടെങ്കിൽ അടുത്ത പണി അവിടെ കിട്ടുമെന്ന് നോക്കിയിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യണത്, പറ്റുമെങ്കിൽ അവരെ വിളിച്ചൊരു ചായ കൊടുക്കും. ജസ്റ്റിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഒരു ഫീൽ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ടവർ ഓഫ് ഫെയ്ത്തൊക്കെയാണ് അല്ലേ, എല്ലാ വർഷവും ക്രിസ്മസിന് ഒരു ചെറിയ കൊടുക്കണമെന്ന് ഞാൻ പറയല്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ആ പെർസെൻറ്റേജ് ഞങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ദേ ഫീൽ വെരി എലൈറ്റഡ്. നമ്മളെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ഫീൽ ഗുഡാണ് അവരെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ഒരു ഫീൽ ഗുഡ് നമ്മൾ കൊടുക്കുക. സോ സച്ച് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ചേഞ്ച്. അപ്പോൾ അവിടെ നമുക്ക് വി ക്യാൻ ഹെൽപ്പ് യു, വി ക്യാൻ കണക്ട് യു ടു ബിറ്റു, വി ക്യാൻ ഹാവ് എ ബിസിനസ് പ്ലാൻ. ബിറ്റു പറഞ്ഞിരിക്കുന്നത് 50 ഫാമിലിയുടെ സപ്ലൈ ചെയിനാണ് പുള്ളിക്ക് വയബിൾ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. പാലിൻ്റെ സപ്ലയറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ്ലി, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൊമോട്ട് മൈ മദേഴ്സ് ബിസിനസ്. ഇപ്പോൾ എൻ്റെ അമ്മ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ചേർന്നിട്ട് എൻ്റെ നാട്ടിൽ വയലാറാണ്, ഞങ്ങളുടെ ഫാമിലീസ് 10-50 ഫാമിലീസിന് വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല, ഞാൻ അമ്മയോട് ദിവസം പറഞ്ഞു ഈ മഞ്ഞപ്പൊടി മുഴുവൻ, ഐ എം എ ഫൈറ്റോ കെമിസ്റ്റ്, എൻ്റെ പണി കുർക്കുമിൻ എക്സ്ട്രാക്ഷൻ ആയിരുന്നു. കമ്പനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിപ്പോൾ. എന്നിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന കുർക്കുമിൻ കഴിഞ്ഞിട്ടുള്ള മഞ്ഞളിൻ്റെ സ്പെൻഡ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു സ്പൈസസ് കമ്പനിക്കാണ്. അപ്പോൾ അറിയാമല്ലോ അത് എന്താ സംഭവിക്കണമെന്നുള്ളത്. മഞ്ഞപ്പൊടി മുഴുവൻ വരുന്നത് ഈ സ്പെൻഡ്, കുർക്കുമിൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള സ്പെൻഡ് വെച്ചിട്ടാണ്. മുളക് പൊടി ക്യാപ്സൈസിൻ കഴിഞ്ഞിട്ടുള്ള സ്പെൻഡ് വെച്ചിട്ടാണ്. കുരുമുളക് മുഴുവൻ പൈപ്പറിയും പോയിട്ടുള്ള സ്പെൻഡ് വെച്ചിട്ടാണ്. ഈ സംഗതി മുഴുവൻ വരുന്നത്, പൊടി മുഴുവൻ വരുന്നത് മുഴുവനും ഈ സ്പെൻഡ് വെച്ചിട്ടുള്ള സാധനമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് നേരം നോക്കിയൊന്ന്. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പഞ്ചായത്തിൽ പോയിട്ടൊരു കുടുംബശ്രീ യൂണിറ്റൊക്കെ ഫോം ചെയ്ത് എങ്ങാനത്ത് കുറച്ച് മഞ്ഞളൊക്കെ മേടിച്ചു കൊണ്ട് പൊടിപ്പിച്ച് മഞ്ഞപ്പൊടി വിറ്റ് കിടക്കുക. ഇപ്പോൾ ദിസ് ഈസ് വൈ ക്യാൻ വി ഡു ഇറ്റ്? ഇപ്പോൾ എത്ര കേപ്പബിൾ ആയിട്ടുള്ള പീപ്പിൾ ഇവിടെ ഉണ്ട്. വി ക്യാൻ ആക്ച്വലി ഗെറ്റ് 50 kgs ഓഫ് മഞ്ഞൾ ഹിയർ. ഐ ക്യാൻ ബ്രിങ് പൾവറൈസർ ഹിയർ. ഇവിടെ വീറ്റ് മൊത്തത്തിൽ പൊടിക്കാം. പക്ഷേ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ നിന്ന് ഉണ്ടാവണം. ബാബുരാജിനോ അശ്വിനോ ഇപ്പോൾ പറഞ്ഞാൽ ബാബുരാജ് അശ്വിനെ എന്നോട് തൂക്കിക്കൊല്ലും, കാരണം അവർക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബാബുരാജിനോട് പറയുകയാണ്, ബാബുരാജ് മഞ്ഞപ്പൊടി പിടിക്കാൻ ചെയ്യാൻ പാടില്ല. ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും പറഞ്ഞു നോക്കി. പക്ഷേ ബാബുരാജ് വളരെ സ്മാർട്ടായിട്ട് അവിടെ നിന്ന് ഊരിപ്പോയി. പക്ഷേ ഇഫ് വി ക്യാൻ ഹെൽപ്പ് യു ഇൻ ദാറ്റ്. മഞ്ഞൾ വേണമെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് സോഴ്സ്. ഞാൻ കോയമ്പത്തൂർ പോയിരുന്നു, ഞാൻ ചോദിച്ചൊരു മഞ്ഞൾ കച്ചവടക്കാരനോട് മഞ്ഞൾ. അപ്പോൾ ആൾ കൃത്യമായിട്ട് പറഞ്ഞു നല്ല മഞ്ഞളാണെങ്കിൽ എത്ര 150 രൂപ, മറ്റേതാണെങ്കിൽ 130. ഏത് ചാത്തൻ മിക്സ് ചെയ്ത സാധനം. അപ്പം അതാണ് ക്ലിയറാണ്, ആളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറാണ്. സോ വി ക്യാൻ ഹെൽപ്പ് യു ഇൻ സോഴ്സിങ് 50 kg or 100 kg ഓഫ് മഞ്ഞൾ. ഇറ്റ് വിൽ ട്രാൻസ്പോർട്ട്, വിൽ ബ്രിങ് ദി പൾവറൈസ് ഹിയർ. വി ക്യാൻ പൾവറൈസ്. സി ദിസ് ഇസ് നോട്ട് ഓൺലി വേസ്റ്റ് മാനേജ്മെൻറ്റ്, ദിസ് ഈസ് വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പം
അത് അമ്മ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനിൽ ഞങ്ങളൊരു 1000 ചുവട് മഞ്ഞൾ കൃഷി ചെയ്തു. അടുത്ത പ്രാവശ്യം അമ്മയ്ക്ക് വെക്കണമല്ലോ എനിക്ക് മഞ്ഞൾ. അപ്പോൾ അങ്ങനെ വൈ ക്യാൻ വി ഫൈൻഡ് എ ഫാർമർ നിയർ ബൈ, ആസ്ക് ഹിം ടു ഡു സം മഞ്ഞൾ. This is the connectivity what, both government can help you in that. Sujitha Mission is ready to come and support us. This is the community engagement we are dreaming of, which is possible. Bangalore ഒരു എനിക്ക് തോന്നുന്നത് അതൊരു പ്രസ്റ്റീജിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. They are connecting with a team in തുംകൂർ. ആഴ്ചയിൽ ഒരിക്കലും ഓർഗാനിക് വെജിറ്റബിൾ ഞങ്ങളത് ചെയ്തുകൂടെ. കോവിഡിൻ്റെ സമയത്ത് ചേർത്തലയിലെ ഫാമേഴ്സിൻ്റെ അകത്ത് നിന്ന് വെജിറ്റബിൾസ് കൊണ്ടുവന്ന് ഇവിടെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു 50,000 രൂപ പോയി കിട്ടി. കാരണം ഓർഡർ ചെയ്യുമ്പോൾ രാവിലെ എനിക്ക് 1 കിലോ ചീര വേണം, മുളങ്ങോ മത്തങ്ങ ഞാനെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുവരും. ആൾ പിടിക്കില്ല. അവസാനം വീട്ടിൽ ചീര ഇളവെങ്കിൽ നിന്ന് എനിക്ക് മതിയായി. കാരണം ഇനി ചീര കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായി ഇനി ചെയ്ത് കഴിഞ്ഞാൽ മിക്കൊരു അടി മേടിക്കുന്നുള്ളത്. അപ്പോൾ അവിടേക്ക് നമുക്കൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ നമുക്കൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ എക്സലൻറ്റ് ഓർഗാനിക് വെജിറ്റബിൾസ് വി ക്യാൻ ബ്രിങ് ഫ്രം ചേർത്തല. കാരണം എനിക്കറിയാം, എൻ്റെ VFPCയുടെ ഓഫീസർ VFPCയുടെ ഓഫീസർ വന്നിരുന്നു ആ റെസിഡൻസ് അസോസിയേഷനിലേക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് വാട്ട് യു ആർ ടെല്ലിങ് ഇസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് എ ടിപ്പ്. അതൊരു എന്താ പറയുക, ഒരു എൻട്രി പോയിൻ്റാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനകത്ത് ചെയ്യാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ സസ്റ്റൈനബിലിറ്റിക്കകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഞങ്ങൾ ഇതിന് ലാസ്റ്റ് കമ്മ്യൂണിറ്റി കിച്ചൺ, ദാറ്റ് ഇസ് അനദർ തിങ് വിച്ച് വി ആർ ആക്ച്വലി വളരെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്ന സാധനമാണ്. ഇൻ വടക്കാഞ്ചേരി വി ആർ എനേബിളിംഗ് വൺ കമ്മ്യൂണിറ്റി റൈസ് മാനുഫാക്ചറിങ്. ചോറ് ഒരു 100-200 കിലോ ചോറ് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ വിൽക്കുക. കാരണം ചോറുണ്ടാക്കുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത്. ഇങ്ങനെ ഈ സാധനം തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ കുക്കറിലിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ പോസിബിലിറ്റീസാണ്, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ്. സോറി, ദിസ് ഈസ് അനദർ തിങ്. ആസ് എ മാൻ ഐ ആം ടേക്കിംഗ് അഡ്വാൻസ്ഡ് ബെയിൽ. എനിക്ക് പറയാം മെൻസ്ട്രൽ പാഡ് ശരിയല്ല എന്നുള്ളത്, പക്ഷേ ദർ ഇസ് നോ അതർ ചോയ്സ് ബട്ട് ടു ഗോ ടു മെൻസ്ട്രൽ കപ്പ്. കാരണം ഇങ്ങനെ പാഡ് ഉപയോഗിച്ച്, കാരണം ഒരു 100-400 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളാണ്, ഫാമിലിയാണ്. അതിനകത്ത് ഞാൻ എല്ലാവരും കൂടി ഒരുത്തി പറയുകയാണ്, മെൻസ്ട്രുവേഷൻ ഇസ് ജസ്റ്റ് നോട്ട് എ വിമൻസ് പ്രോബ്ലം, ഇറ്റ്സ് എ ഫാമിലി പ്രോബ്ലം. ഇവിടെ ദാറ്റ്സ് ഹൗ ഐ ഇൻ്റർഫിയർഡ് വിത്ത് മൈ ഡോട്ടേഴ്സ് മെൻസ്ട്രുവേഷൻ. അവൾ 18ാമത്തെ വയസ്സിൽ തന്നെ അവൾ കപ്പിലേക്ക് മാറി. കാരണം ഇത് കൊണ്ട് ചുമന്ന് നടക്കുന്ന ആ ഒരു പ്രോബ്ലം. ഒന്ന് നാട്ടിലാണ്, അത് എവിടെയെങ്കിലും ഇട്ട് കത്തിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം. ഞങ്ങൾ തൃപ്പൂണിത്തുറ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഷീ ഈസ് ആൻ ആക്ടിവിസ്റ്റ്, ഷീ ഡോണ്ട് വാണ്ട് ടു ബേൺ. അപ്പോൾ ഷീ വാസ് ഗോയിങ് ത്രൂ ദി സ്ട്രെസ്, ഇൻറ്റേർണൽ സ്ട്രെസ്. കത്തിക്കുമ്പോൾ ഡയോക്സൈൻ ഫ്യൂർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ ഈ സെമിനാറിനൊക്കെ അവളെയും കൂടെ പോയി ഇരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവളിത് മുഴുവൻ കേട്ടിട്ടുണ്ട്. ഷീ വാസ് അണ്ടർ ട്രമണ്ടസ് സ്ട്രെസ്. അപ്പോൾ ദെൻ വി ടുക്കർ ത്രൂ കപ്പിൾ ഓഫ് ആൾക്കാർ, ഇവിടെ സിന്ധു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വെച്ച് നമ്മൾ ട്രെയിനിങ് കൊടുത്ത്. അറ്റ് ദ ഏജ് ഓഫ് 18 ഷീ സ്റ്റാർട്ടഡ് യൂസിങ് മെൻസ്ട്രുവൽ. ഇറ്റ്സ് നോട്ട് സോ ഈസി. ഷീ ഹാഡ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ റൈറ്റ് സൈസ് മനസ്സിലാക്കണമായിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് എർ BA ഇൻ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. She would have converted at least 100 girls into menstrual cup. So one major campaign we have to do. ഒരു ക്യാമ്പയിൻ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് ഇത് സ്ത്രീകളുടെ ഒരു ഡിസ്കഷൻ പോയിൻ്റാണ്. ഒരിക്കലും ആണുങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവില്ല. എത്ര പേര് ഇവിടെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്? ആൻഡ് ദാറ്റ് മെൻസ്ട്രൽ കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അതിൻ്റെ ക്യാമ്പയിൻ. നമുക്കതൊരു ഒരു ക്യാമ്പയിനാക്കി മാറ്റണം. ആൻഡ് വി ഷുഡ് ഗീവ് എ ഡേറ്റ ടു സുജിത്ത് മിഷൻ ദാറ്റ് ഇൻഫ്രാ വിൻറ്റേജിൽ ഇത്ര % വിമൻ ആർ യൂസിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിങ്ക് വാലി 60% വിമൻ ആർ യൂസിങ് മെൻസ്ട്രൽ കപ്പ്. ഞങ്ങൾക്ക് പാഡിൻ്റെ ക്വാണ്ടിറ്റി അവിടെ നിന്ന് കെയിം ഡൗൺ ഡ്രാസ്റ്റിക്കലി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് വയബിളായത്. ആദ്യം ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ലെവലിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് പാഡ്സ് ആൻഡ് ഡയപ്പേഴ്സ്. അപ്പോൾ ഇതൊരു മേജർ ചേഞ്ച് നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് ഡിസ്പോസിബിൾസ് യൂസ് ചെയ്യാത്ത ഒരു സെറ്റപ്പ്, പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്. അപ്പോൾ അതിനിപ്പം എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസോ പ്ലേറ്റോ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി നടക്കുകയാണ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് വാടകയ്ക്ക് കൊടുക്കുക, 1 രൂപയ്ക്ക് കൊടുത്താൽ മതിയല്ലോ. ആൻഡ് ഇഫ് യു വാണ്ട് സം ക്ലീനിങ് സർവീസ്, ഐദർ വി ക്യാൻ കണക്ട് വിത്ത് സുജിത്ത് മിഷൻ, ഓർ നമ്മുടെ ബാബുരാജനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫിനെ തന്നെ വന്ന് ചെറിയ കാശ് കൊടുത്താൽ മതിയല്ലോ, അവർ കഴുകി വെക്കുകയായിരിക്കും. ഒരു പാത്രം കഴുകി തരണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വൈ ഐ എം ഷോയിങ് ദിസ് ബിക്കോസ് ഇന്ത്യ തന്നെ ഏറ്റവും ആദ്യം ഗ്രീൻ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സംസ്ഥാനമാണ് കേരള. ഐ വാസ് ദ ജോയിൻറ്റ് എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ ഓഫ് ദിസ് നാഷണൽ ഗെയിംസിൻ്റെ. 100,000 പേർക്കാണ് ദിവസം ഭക്ഷണം കൊടുത്തത്. In across 7 districts, right from Trivandrum up to Kannur. No paper cup, no paper plate, no pet water bottle. ജഗ്ഗിലെ എല്ലാവർക്കും ഗ്ലാസ്, ഇൻക്ലൂഡിങ് CMന് CMന് വെള്ളം കുടിക്കുന്ന ആ ദൃശ്യം വലിയൊരു ഐക്കണായിട്ട് മാറിയത്. കാരണം പുള്ളിയുടെ കൂടുതലുള്ള CMന് നമുക്ക് പെറ്റ് ബോട്ടിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. CM തരാൻ പറഞ്ഞു, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ദേ ആർ റെഡി ടു ചേഞ്ച്.
അപ്പോൾ കാരണം ഈ പേടി ടോക്സിസിറ്റിയാണ് ഈ പേടി, വല്ല വിഷം വിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് പേടി. പക്ഷേ ഈ വാസ് റെഡി ടു ടേക്ക് ദറ്റ് വാട്ടർ. സെയിം തിങ് വിത്ത് ഗവർണർ അന്ന് വന്നു. അന്ന് മറ്റേ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള സദാശിവം സാറായിരുന്നു ജസ്റ്റിസ്. His staff didn't allow him to drink that water, but he went and took this water and drank. This is the change what we want. ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 1 lakh ആൾക്കാർക്കാണ് നമ്മൾ ദിവസം ഭക്ഷണം കൊടുത്തത്. നോ അലുമിനിയം ഫോയിൽ, നോട്ട് ഈവൻ പേപ്പർ നാപ്കിൻ. ഈ പേപ്പർ ടിഷ്യൂ ഒക്കെ നമ്മളിപ്പോൾ ഉണ്ടായ സാധനമാണ്. ദിസ് വൺ തിങ് ക്യാൻ സോൾവ് ദി പ്രോബ്ലം. ഇന്നലെ ഞാൻ ആ CIAയുടെ ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. അതിന് പകരം നമ്മൾ ആ CIAയുടെ പ്രോഗ്രാം IGBC ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ്, ഞാൻ പേപ്പർ എടുത്ത് ഫോട്ടോഗ്രാഫ് എടുത്ത് അയച്ചു കൊടുത്തു. 5 കൊട്ട ഇങ്ങനെ എടുക്കുകയാണ് ആൾക്കാർ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. ഒന്ന് കൈ കഴുകുക, ഇതിങ്ങനെ പിടിച്ച് തുടക്കുക, ഇടുക, വീണ്ടും 5 എടുത്ത് തുടക്കുക. സോ ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഈവൻ അവെയർ ദറ്റ് ദ ടിഷ്യൂ പേപ്പർ ഈസ് ഗോയിങ് ഇൻ ടു വാട്ട് ഈസ് എ ടിഷ്യൂ പേപ്പർ? ഇറ്റ്സ് പേപ്പർ, ഇറ്റ് ഈസ് ട്രീ. അങ്ങനെ ഒരു അവെയർനെസ് ഇല്ലാണ്ട് നമ്മളിത് എടുത്ത് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത്, ടിഷ്യൂ പേപ്പറിനൊക്കെ ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹാൻഡ് കർച്ചീഫ്. ദിസ് ഈസ് ദ കൾച്ചർ ചേഞ്ച് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. So next slide. This is something which we are starting. ഇത് സോയിൽലെസ് ഗാർഡനിങ് ആണ്. ഈ കാണുന്ന ഗ്രോ ബാഗിൽ ഒന്നും മണ്ണില്ല. നിങ്ങളുടെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന വളം ബാബുരാജ് മീഡിയത്തിൽ ഇട്ടിട്ട് അതൊന്ന് ക്യൂറായി കഴിയുമ്പോൾ ബാബുരാജ് എടുത്ത് ഞങ്ങളുടെ യൂണിറ്റിലേക്ക് വിടുന്നു. അതെടുത്ത് ഞങ്ങൾ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്തിട്ട് ചെയ്ത സാധനമാണ്. മണ്ണില്ല. അതിന് പകരം ഇവിടെ തന്നെ ചെയ്യാൻ പാടില്ലേ? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ കൊടുത്തുകൊണ്ട സാധനമാണ് ഞങ്ങൾ തിരിച്ച് അതിന് ഓരോ ബാഗിനും ഞങ്ങൾ 60 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വിൽക്കണം ഇപ്പോൾ ആ ചെടിയായിട്ട്. സോ ദിസ് ഈസ് വാട്ട് ഇസ് യു ആർ ലൂസിങ് ഫ്രം ഹിയർ. അപ്പോൾ ഇത്രയും ടെറസുള്ള സ്ഥലത്ത് വി ക്യാൻ ഡു സംതിങ് ലൈക്ക് എവറിത്തിങ് ഓർഗാനിക്, ടൊമാറ്റോ, ചില്ലി, എവറിത്തിങ് യു ക്യാൻ മേക്ക് ഹിയർ. നെക്സ്റ്റ് സ്ലൈഡ്. സോ ദിസ് ആർ അവർ പാർട്ട്നേഴ്സ്. ജസ്റ്റ് ടു ഗീവ് എ ക്രെഡൻഷ്യൽസ് ഓഫ് us. ഒന്ന് CIAയുടെ ഒരു പ്രോഗ്രാമിൽ, CIA ഗ്രീൻ എൻ്റർപ്രൈസ് കൗൺസിൽ ഞങ്ങളൊരു ഭാഗമാണ്. ബ്രിഗേഡ് റീപ്പിൻ്റെ ബാംഗ്ലൂർ, ദേ ആർ സപ്പോർട്ടിങ് us. Green Hour Techno Survey ആണ്, they are helping us in Hyderabad and Chennai. And Center for Global Alliance and Affairs and Public Policy, CGAP is helping us in Delhi. ഞങ്ങൾ സിയാലുമായിട്ട് കൊച്ചി മെട്രോയുടെ മീഡിയൻസ് ഗാർഡനിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ മെട്രോ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സർവീസ് പ്രൊവൈഡറാണ്. സിയാലിൽ ഞങ്ങളിപ്പോൾ ഒരു സോയിൽലെസ് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത് വന്നു. ഫസ്റ്റ് ലെവൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയില്ല, അത് അടുത്ത സൈക്കിളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. Wipro Foundation is helping us in Bangalore again for median gardening. Muthoot Foundation is helping us in Muthoot Foundation, Cochin Shipyard, Petronet. They are all helping us in median gardening. ഇതെല്ലാം പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ ലിസ്റ്റാണ്. ജസ്റ്റ് ടു ഗീവ് എ സ്മോൾ ഹിൻറ്റ്, നമുക്ക് ലോകം ഇപ്പോൾ സംസാരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലാണ്. പലപ്പോഴും നിങ്ങളൊക്കെ അതിൻ്റെ ഒരു കോർപ്പറേറ്റ്സ് ഉണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഡിസ്കഷൻ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ വന്നു കാണും. അതിപ്പോൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കോർപ്പറേറ്റ്സിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് ടു കമ്മ്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ വിപ്രോ ഫൗണ്ടേഷനിൽ ഇൻഫോസിസിൽ സംസാരിക്കുന്നതാണ്. ആൻഡ് ഇൻക്ലൂഡിങ് ഇൻറ്റൽ, വാട്ട് ഈസ് ദെയർ റെസിഡൻസ് ഡൂയിങ് ഇൻ ദെയർ ഹൗസ്. അപ്പം ഇത് നിങ്ങളുടെ കോർപ്പറേറ്റ്സിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ വരികയാണെങ്കിൽ യു ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് മൈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഇസ് സീറോ വേസ്റ്റ്. So that this can be add to the value to the entire program. അതാണ് ഈ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 15ഓളം സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് അക്രോസ് ദ ഗ്ലോബ് വി ആർ ഓൾ വാച്ചിങ്. നെക്സ്റ്റ് സ്ലൈഡ്. So just to give an idea of the amount of carbon footprint we are reducing in terms of reduction in transport. ഈ വേസ്റ്റ് റോംപുരത്തേക്കോ വേറെ എവിടെയും കൊണ്ടുപോകേണ്ടെങ്കിൽ എന്ത് കോസ്റ്റ് വന്നേനെ, അത് എങ്ങനെ റെഡ്യൂസ് ചെയ്തു. അതുപോലെ മീഡിയൻ ഗാർഡനിങ്ങിൽ ഇടുമ്പോഴത്തേക്കും സോയിൽലെസ് മീഡിയൻ ഗാർഡനിങ്ങിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന റൂട്ടിങ്ങിനേക്കാളും ഏകദേശം ഒരു 10 times കൂടുതൽ റൂട്ടാണ് ഡെവലപ്പ് ചെയ്യുക. കാരണം ആ ഹ്യൂമസ് ഉള്ളത് കാരണം. അത് എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. ദേ ഹാവ് നോട്ട് പ്രിസ്ക്രൈബ്. ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ചെയ്യില്ല. കാര്യം എന്താ അറിയോ? എങ്കിലല്ലേ വല്ല പഞ്ചായത്തിലും കൂടി ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ അങ്ങനെ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടെന്ന് വെച്ചോളൂ, അവരെവിടെ കൊണ്ടിടും? അവരുടെ നിയറസ്റ്റ് പഞ്ചായത്ത് ഈ പുത്തൻകുരിശ് പഞ്ചായത്താണ്. സോ ഡൽഹി ഈസ് പുട്ടിങ് ഇൻ ബിയോണ്ട് ഗുർഗോൺ. സോ ദേ വിൽ നോട്ട് ഡു ദാറ്റ്. ബിക്കോസ് ഇഫ് ദേ ഡു ദാറ്റ്, ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, എവറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി ഷുഡ് ഡു ഇറ്റ് ഇൻ ദെയർ പ്ലേസ്. വൈ ആർ പുട്ടിങ് ഇൻ സംബഡീസ് ബാക്ക് യാർഡ്? ഇത് ഈ ബോട്ടം ഓഫ് പിരമിഡ് പീപ്പിളാണ് എപ്പോഴും എഫക്റ്റഡ് ആവുന്നത്. ഇപ്പം ഇത് കൊണ്ടിടുന്ന ആരാ? ചോദിക്കാനും പറയാനല്ലാത്ത ആൾക്കാരുടെ മുന്നിക്കാണ് കൊണ്ടിടുന്നത്. അപ്പം യു ആസ്ക്ഡ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. സോ ദിറ്റ് ഇസ് നോട്ട് ദേ വിൽ നോട്ട് ടേക്ക് അപ്പ് ദറ്റ് പോളിസി. ജസ്റ്റ് ടു ഗീവ് എ കാർബൺ ഫുട് പ്രിൻറ്റ് ഇത്. അതുപോലെ ഓക്സിജൻ ജനറേഷൻ, നമ്മുടെ മീഡിയൻ ഗാർഡനിങ് ചെയ്യുന്നത് കാരണം ഏകദേശം 2.5 crores നമുക്ക് ഓക്സിജൻ ജനറേഷൻ കിട്ടുക. നൗ വി ആർ വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് ഓഫ് കേരള, ബാംഗ്ലൂർ BBMP
Chennai government, Delhi government for clearing their dump site. അവിടെ ഇഷ്ടംപോലെ ടൺ കണക്കിന് ഇവിടെ കിടപ്പുണ്ട്. 1,00,000 ക്യൂബിക് മീറ്ററാണ് ഇവിടുത്തെ കമ്പോസ്റ്റ് കിടക്കണേ. അതുപോലെ STP വേസ്റ്റ് ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സോ ദിസ് ഇസ് വാട്ട് വി ഡു. സോ വൈ ഐ ആം ടെല്ലിങ് സോ ഡീറ്റെയിൽ ഇൻ ദിസ് ക്ലാസ് ബിക്കോസ് രണ്ട് വിധത്തിൽ ഞങ്ങളെ എൻഗേജ് ചെയ്യണം. ഒന്ന്, ആസ് എ വെണ്ടർ, പ്ലീസ് ഡോണ്ട് ഡൈല്യൂട്ട് എനിത്തിങ്, യു ഷുഡ് ഡിമാൻഡ്. പക്ഷേ ബൈ ഓൺലി ട്രീറ്റിംഗ് ആസ് എ വെണ്ടർ ഞങ്ങൾക്കൊരു വാല്യൂ അഡീഷൻ ഇല്ല, നിങ്ങൾക്ക് വാല്യൂ അഡീഷൻ ഇല്ല. അൺലെസ് വി ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ കമ്പോസ്റ്റിങ്ങും നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സാനിറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ലോജിസ്റ്റിക്സ് പ്രോബ്ലമാണ്. ഐ തിങ്ക് ബാബുരാജ് ഇസ് എക്സ്പെർട്ട്, ബോത്ത് അശ്വിൻ എക്സെട്ര എക്സ്പെർട്സ് ഇൻ ദാറ്റ്. പിന്നെ എന്താ പറയുക, ഒരു നിങ്ങളുടെ അടുത്ത് ചെറിയൊരു അസിസ്റ്റൻസ്, ഒരു വാച്ച് ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ സെഗ്രിഗേഷൻ, ക്വാളിറ്റി ഓഫ് സെഗ്രിഗേഷൻ, റിഡക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടി വന്നു, പേപ്പർ കപ്പും പേപ്പർ പ്ലേറ്റും ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു നിയമം വയ്ക്കണം, ഇവിടെ എന്തെങ്കിലും പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കേറ്റർ കൊണ്ടുപോയിക്കൊള്ളണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരോടും പറയണത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വിൽ സെൻഡ് us ഗൈഡ് ലൈൻസ് ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനത്തെ പാർട്ടീസൊക്കെ വരുമ്പോഴത്തേക്കും ലെറ്റ് ദ കേറ്റർ ഹിംസെൽഫ് ടേക്ക് ഇറ്റ് ഔട്ട്, അല്ലെങ്കിൽ ലെറ്റ് ദം കം വിത്ത് റീയൂസബിൾ കട്ട്ലറീസ്. ഫോർ എക്സാമ്പിൾ ഓണം അല്ലെങ്കിൽ അങ്ങനത്തെ സദ്യ വരുമ്പോഴത്തേക്കും ലെറ്റ് us ഹാവ് ഇറ്റ് ത്രൂ എ റീയൂസബിൾ കട്ട്ലറി ചെയ്യാം. അങ്ങനത്തെ കുറേ സിസ്റ്റംസ്. ആൻഡ് വി വിൽ ഫ്രം അവർ സൈഡ് ക്യാൻ ബ്രിങ് ഗവൺമെൻറ്റ്. അത് വേറൊന്നുമല്ല, ദേ ആൾസോ ഷുഡ് കം ആൻഡ് സീ ആൻഡ് ഇറ്റ്സ് ആൻ അപ്രിസിയേഷൻ ഫോർ യു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. So thank you for your patient hearing. It's open for questions, suggestions, everything. I have a question. Yeah. What about electrical wastes like small wires, batteries? E-waste. എല്ലാം നമുക്ക് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ്. കാരണം നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഒരു സിംഗിൾ ആയിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കാറ്റഗറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പുട്ട് ഓൾ ദ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇൻ ടു സിംഗിൾ പാക്ക്. ഈ വേസ്റ്റ് അപ്പോൾ അത് ഈവൻ ഗ്ലാസ് പോലും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊതിഞ്ഞ് വെക്കുക. എവറിത്തിങ് ഇൻ എ സിംഗിൾ ഡബ്ബ. ആൻഡ് എവറി ഡേ പുട്ട് ഇറ്റ് ഇൻ എവറി ഡേ ഓൾസോ. ഡോണ്ട് അക്യുമുലേറ്റ് ഓൾസോ. കാരണം അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ 5 ബിയറിൻ്റെ കുപ്പി ഒരുമിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുമക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാം ഇടുക എന്നുള്ളതാണ് നമ്മൾ പറയുക. അല്ല, പ്രധാനമായിട്ട് ചില പോയിന്റ്സ് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി അപ്രൂവൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ നമുക്ക്? ഒന്ന്, കമ്പോസ്റ്റിങ്ങിന് തേർഡ് പാർട്ടി അപ്രൂവൽ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റാൻഡേർഡ് നോംസ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റാൻഡേർഡ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ടോയ്ലറ്റ് കെട്ടുകയാണെന്ന് വിചാരിക്കുക, ഒരു കമ്മോഡ് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെർമിഷൻ വേണ്ടല്ലോ. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഗാഡ്ജറ്റ്. അതുപോലെയാണ് എയറോബിക് കമ്പോസ്റ്റിംഗ് ഇസ് എ സ്റ്റാൻഡേർഡ് ഗാഡ്ജറ്റ്. ബോത്ത് എയറോബിക് ആസ് വെൽ ആസ് എനറോബിക് ബയോഗ്യാസ് പ്ലാന്റും സ്റ്റാൻഡേർഡ് ഗാഡ്ജറ്റാണ്. അതിന് പ്രത്യേകിച്ച് പെർമിഷൻ വേണ്ട. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വി ആർ ആക്ച്വലി അപ്രൂവ്ഡ് വെണ്ടർ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. We are a service provider for Government of Kerala. സാനിറ്ററി വേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കീഴുമായിട്ടുള്ള എഗ്രിമെൻറ്റ് ബാബുരാജ് വിൽ പ്രൊവൈഡ് ദറ്റ്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എങ്ങനെ അതിൽ അപ്രൂവൽസോ കാര്യങ്ങളോ അങ്ങനെയെങ്കിൽ നിങ്ങൾ പല പ്രോജക്റ്റും ബാംഗ്ലൂർ, പൂനെ, ഡൽഹി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും അപ്രൂവൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇതെല്ലാം ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് കംപ്ലീറ്റ് സ്റ്റേറ്റ് സബ്ജക്ട്. പിന്നെ ഒരു MHO, മിനിസ്ട്രി ഓഫ് ഹൗസിംഗിൻ്റെ ഒരു എംപാനൽമെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ആക്ച്വലി ക്ലിയറിംഗ് ഓഫ് ഈ വലിയ വേസ്റ്റ് സൈറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ക്ലിയർ. അതിന് ഞങ്ങൾ പോകാറില്ല. അതൊരു വലിയൊരു മാഫിയാണത്. ഈ വലിയ വേസ്റ്റിൻ്റെ സൈറ്റൊക്കെ ഉണ്ടോ, 10 ലക്ഷം ടണ്ണൊക്കെ കിടക്കുന്ന സൈറ്റുകളുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ എംപാനൽമെൻറ്റ് വേണ്ടത്. പിന്നെ ഞാനൊരു കൺസേൺ ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണ്. നമ്മളിതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് മുകളിലായിരിക്കും. അപ്പോൾ അവിടെ ഈ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലെയിമബിൾ ആയിരിക്കും? അല്ല, അല്ല. കാരണം ഇത് എയറോബിക് ആണ്. അനറോബിക് ആയിട്ട് വരുമ്പോഴാണ് മീഥേൻ ഗ്യാസ് ഉണ്ടാവുന്നത്. ഇത് പ്യൂർലി കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവും. അൺഫ്ലെയിമബിൾ ആയിരിക്കും. അതെ അതെ, ഒന്നും ഫ്ലെയിമബിൾ അല്ല. പിന്നെ ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പേപ്പറിൽ റാപ്പ് ചെയ്യണം എന്നുള്ളത്. അതെ അതെ, എൻ്റെ മാത്രമാണ്. ഞാൻ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ല. അതിലെന്തെങ്കിലും വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഡോണ്ട് ക്രിയേറ്റ് ഡയപ്പർ ആൻഡ് നാപ്കിൻ. അല്ല, എന്നാലും ന്യൂസ് പേപ്പറിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും അതിൽ ഓപ്ഷൻ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? എനി പേപ്പർ എന്നാ പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇത് ഈ ഡയപ്പർ, നാപ്കിൻ അങ്ങനെ തന്നെ കാണുമ്പോൾ എടുക്കുന്ന ആൾക്കൊരു അറപ്പുണ്ടാവും. അപ്പൊ അതിന് ഒന്ന് എന്തെങ്കിലും പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ പേഴ്സണലായി സംസാരിച്ചപ്പോൾ ടിഷ്യൂ വേസ്റ്റ് വളരെ ഡേഞ്ചറസ് ആണ്. അതെ അതെ അതെ, യാ. അപ്പൊ അത് നമ്മൾ ഏതിന്റെ കൂടെ തന്നെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? അത് സാധാരണ വേസ്റ്റിന്റെ കൂടെ തന്നെയാണോ അതോ സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണോ? അതിന് 2 പാർട്ടായിട്ട് ആൻസർ പറയണം. അത് കാരണം യു ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ടിഷ്യൂ പേപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ആ ടിഷ്യൂവിനെ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ദേ ആർ യൂസിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ. ആ റെസിഡ്യുവൽ ക്ലോറിൻ ആ ടിഷ്യൂ പേപ്പറിലുണ്ട്. സോ വെൻ യു ആർ റബ്ബിങ്, യു ആർ ആക്ച്വലി റബ്ബിങ് എ കാർസിനോജിക് ഏജൻറ്റ് ഓൺ യുവർ സ്കിൻ.
ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പണ്ടേ ഒരു ഡ്രഗ് കൺട്രോളറൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടിഷ്യൂ കൾച്ചർ ഇസ് നോട്ട് എ ഹെൽത്തി യൂസേജ്. അതുകൊണ്ട് ആസ് മച്ച് ആസ് പോസിബിൾ ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കാതിരിക്കുക, ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ കൂടെ തന്നെ ഇടുക. ഇഫ് ഇറ്റ് സാനിറ്ററി വേസ്റ്റിൻ്റെ കൂടെ ഇടുക, സാനിറ്ററി വേസ്റ്റിൻ്റെ കൂടെ തന്നെ ഇടുക. കാരണം ഇറ്റ് ഹാസ് ടു ഗോ ഫോർ ബേണിംഗ്. താങ്ക് യു. ഡിസ്പോസിബിൾ ഷേവിംഗ് സെറ്റ്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കഴുകിയിട്ട് പ്ലാസ്റ്റിക്കും മെറ്റലും ഉണ്ട്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ കൂടെ ഇടണം, കഴുകി വൃത്തിയാക്കിയിട്ട്. ഒന്ന് ഹെയർ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇറ്റ് വിൽ ഗെറ്റ് കമ്പോസ്റ്റഡ്. ഹെയർ, നഖം ഒക്കെ നമുക്കിടാം. എക്സസ് ഓയിൽ, excellent question. Last week we got a query if we can give excess oil to an NGO. They want to use it to make biofuel. നമുക്ക് പ്രോജക്റ്റ് ചെയ്യാമെങ്കിൽ we can give you all one bottle, 1 liter PET bottle. You can store it and you can give it separately. Let us try to help. എൻ്റെ ഇഷ്ടം പോലെ. Excellent, great. Let us start with madam. നമുക്കതൊരു പ്രോജക്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാലോ? ശരിക്കും അതിന് 2 ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നിങ്ങളുടെ STP മര്യാദയ്ക്ക് വർക്ക് ചെയ്യും. നിങ്ങളുടെ STPയുടെ ഏറ്റവും വലിയ പ്രശ്നം ആ ഫസ്റ്റ് ഓയിൽ ട്രാപ്പാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഒരു പ്രശ്നമാണ്. ടൺ കണക്കിന് ഓയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ മെയ്ഡ്സ് ഉണ്ടെങ്കിൽ അവരാണ് ഈ സാധനം എടുത്ത് അതിനകത്തേക്ക് ഒഴിക്കണേ. അപ്പം ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് എ പ്രോജക്റ്റ്, ദിസ് ക്യാൻ ബി ദ ഫസ്റ്റ് പ്രോജക്റ്റ് ഇൻ കേരള. ഞങ്ങൾ പലയിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടില്ല. ബാബുരാജ്, we can give 1 liter bottle to everywhere. 1 liter bottle ഞങ്ങൾ തരുന്നു. മന്ത് എൻഡ് വരുമ്പോൾ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കണം. ഇത് ഞങ്ങൾ വിചാരിച്ചത് ഒരു ഫണലും കൂടെ തന്നാലോ. ഒരു പെറ്റ് ബോട്ടിലും ഒരു ഫണല് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ, കുഴപ്പമില്ല. ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടാകാൻ പാടില്ല. ചെറിയ മണ്ണൊക്കെ ഉണ്ടായത്, മണ്ണ്, വിരുത്താമ്പൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബയോഡിഗ്രേഡബിൾ ആണ്. വേസ്റ്റിൽ ഫുഡ് വേസ്റ്റ് ബക്കറ്റിൽ ഇടുമ്പോൾ ന്യൂസ് പേപ്പർ ലൈനർ വെക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഉണ്ട്. കാരണം ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യും? ന്യൂസ് പേപ്പർ, ഓക്കെ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ. ന്യൂസ് പേപ്പർ ഈസ് നോട്ട് എ ബയോളജിക്കൽ മെറ്റീരിയൽ എനിമോർ. പണ്ട് പേപ്പർ നമുക്ക് മരത്തിൽ നിന്ന് കിട്ടുന്നത് കാരണം അതൊരു ബയോളജിക്കൽ സെല്ലുലോസ് ട്രാൻസ് ആണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അന്നത്തെ പേപ്പർ 10 വർഷം കൊണ്ട് പൊടിഞ്ഞു പോകും. കൊച്ചിലേക്ക് പേപ്പർ 10-15 വർഷം കഴിയുമ്പോൾ 2ാമത്തെ വർഷം തന്നെ മഞ്ഞച്ചു പോകും. ഇന്നത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത 10 സെഞ്ചുറീസ് ഇരിക്കും. കാരണം ഇറ്റ് ഈസ് ഫ്ലഡഡ് വിത്ത് ഓക്സിഡൻസ്, ക്ലോറിൻ പോലത്തെ സാധനങ്ങൾ വെച്ച് ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഓർഗാനിക് സബ്സ് ചത്തുപോകും. പണ്ട് ആൾക്കാർ ഈ ഡ്രൈയിങ് മെറ്റീരിയലായിട്ട് പേപ്പർ ഷ്രെഡ് ചെയ്ത് ഇടുമായിരുന്നു കമ്പോസ്റ്റിംഗ് ബിന്നിനകത്ത്. കമ്പോസ്റ്റിംഗ് ബിൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ലൈനേഴ്സ് അത് സോ കോൾഡ് ബയോഡിഗ്രേഡബിൾ ലൈനർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ഞാൻ ചോദിച്ചത് പേപ്പർ ലൈനർ എന്ത് ചെയ്യും? പിന്നെ ന്യൂസ് പേപ്പറിന് എന്ത് ചെയ്യും? does it decompose? No, it doesn't. It not only decompose, it actually will kill the bacteria. Okay. So paper is actually another notorious thing now. Paper is a serious problem. അടുത്ത പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരാൻ പോകുന്നത് പേപ്പറിലാണ്. പ്രിന്റിംഗ് ഇങ്ക് ഇസ് ടോക്സിക് ആണ്. അതിനകത്ത് ലെഡ് ഉണ്ട് ചില സമയത്ത്. I would like to know if you will be collecting the food waste every day including Sundays and national holidays also? ഇല്ല, സൺഡേസിലും നാഷണൽ ഹോളിഡേയ്സും കളക്ട് ചെയ്യില്ല. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ കളക്ട് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ആ ലൈനറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഇസ് ലൈക്ക് ഫോർ എ പേഴ്സൺ ലൈക്ക് അസ്, നമ്മൾ സൺഡേ ഫുഡ് വേസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ സാറ്റർഡേ വെക്കുന്നു, സൺഡേ എടുക്കുന്നില്ല, മൺഡേ ആവും എടുക്കുക. സോ സൺഡേയിലത്തെ വേസ്റ്റ് നമ്മൾ അതിൽ കൂടെ ഡംപ് ചെയ്യും. ആഫ്റ്റർ സം ടൈം ദ whichever bin you're using, it starts become smelly. However good you wash it, ഞാൻ എല്ലാ ദിവസവും കഴുകണ ഒരാളാണ്, still it will start bringing out some black spotsഉം ഇതൊക്കെ വരും. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ നടക്കേണ്ടി വരും. അതിനോട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മൈനർ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ, ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ ഇത് ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു റിൻസ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി. ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദറ്റ് പ്രോബ്ലം. കാരണം അതിനകത്ത് ചെറിയ ഫംഗൽ ഗ്രോത്ത് ആണ് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട് കാണുന്നത്. സോ ഒരു ബ്ലീച്ചിങ് സൊല്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഫിനോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ടേക്കൻ കെയർ. ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ബാക്ടീരിയയെ കൊല്ലും. കറക്റ്റ്, താങ്ക് യു. ഞാൻ ആലോചിച്ചില്ല. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെച്ച് വെച്ചാൽ മതി. ഓക്കെ. സോ അത് ഇവിടെ നമ്മൾ ശരിക്കും കളക്ട് ചെയ്തിട്ട് യു ആർ ആക്ച്വലി ടേക്കിംഗ് ഇറ്റ് അപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിസ്പോസ്ഡ് ഓർ കമ്പോസ്റ്റ്. അങ്ങനെയാ ചെയ്യണം. ഓക്കെ. ഇറ്റ് വിൽ നോട്ട് ബി സെഗ്രിഗേറ്റഡ് സംവെയർ ആൻഡ് ദെൻ ടേക്കൻ ലേറ്റർ. അങ്ങനെയല്ല. അല്ലല്ല, ഇവിടെ തന്നെ കമ്പോസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ യു വിൽ ബി ഡൂയിങ് ഇറ്റ് ഓൺ ഡെയിലി ബേസിസ്? എവരി ഡേ. ഓക്കെ, താങ്ക് യു.
കവേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മിൽക്ക് ആൻഡ് ഓൾ നമ്മൾ റിൻസ് ചെയ്യാം എന്ന് പറയുന്നു. അതെ, ഇറ്റ് ഷുഡ് ബി ഡ്രൈഡ് ബിഫോർ? നോ, അതായത് വെള്ളം ഡ്രിപ്പ് ആവാണ്ടിരുന്നാൽ മതി. അപ്പം നമ്മൾ ഒന്ന് കുടഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മതി അല്ലേ? കുഴപ്പമില്ല. താങ്ക് യു. യാ, നമ്മളത് ഇങ്ങനെ ഇതാക്കാതെ വെച്ചിരിക്കുമായിരുന്നു ക്ലോത്ത്. അത് ഇമ്മീഡിയറ്റ്ലി ഇപ്പം എനിക്ക് പറയുന്നത് ഞാൻ കേട്ടു, പറയുന്നത് ഞാൻ കേട്ടു, ഇങ്ങനെ നമുക്ക് സൊസൈറ്റി വൈസ് നമ്മളതിനൊരു ആർക്കെങ്കിലും കൊടുക്കുന്ന പോലെ, അല്ലാതെ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് വെച്ചിരിക്കുന്ന ക്ലോത്തിന്റെ ക്യാമ്പയിൻ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ വൈ കാൻ ബി നെക്സ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ്. പക്ഷേ ഇവിടെ ക്ലോത്ത്സ് എന്ന് പറയുന്നത് അത് ചെറിയ ഇതാണ്. അല്ല, ഞാനത് കീറിയ ക്ലോത്ത്സിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഉപയോഗിക്കാവുന്ന ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു എ ക്ലോത്ത് ക്യാമ്പയിൻ. ഇവിടെ ഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGOs ഉണ്ട്, അവർ വന്നിട്ട് വി ക്യാൻ ഗീവ്. പക്ഷെ നിങ്ങളൊന്ന് തയ്യാറാക്കി കഴുകി വൃത്തിയാക്കി ഒന്ന് മടക്കി കൊടുക്കണം. എങ്കിൽ ഈ ക്ലോത്ത്സ് എഴുതിയിരിക്കുന്നത് ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് പേപ്പേഴ്സ്, അൺയൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് ഗോയിങ് ഫോർ ബേണിംഗ് ഉണ്ട്, അത് കത്തിക്കാൻ പോവുകയാണത്. അതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞത് ഉപയോഗിക്കാവുന്ന തുണികൾ, യൂസ്ഡ് ക്ലോത്ത്. ഫോർ എക്സാമ്പിൾ കൊച്ചുകുട്ടികളുടെ തുണികൾ, മുതിർന്നവരായി, അതുപോലെ ചെരുപ്പ്, യൂസബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിലിരിപ്പുണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ അടുത്ത തലമുറയ്ക്കോ അടുത്ത കുട്ടികൾ ഫാമിലിക്കോ കൊടുക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അതൊരു ശീലമില്ലല്ലോ, മേടിക്കുന്നത് നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വീട്ടിൽ കുഞ്ഞുകൂടി കിടക്കുക, അതിനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത്സ് എന്ന് പറയുന്നത് നല്ല കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൂടുതൽ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അല്ല, ഡംപ് ചെയ്ത് ഞങ്ങൾ എടുക്കും, പക്ഷേ അത് കത്തിക്കാൻ പോകും. അതിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി, ക്യാമ്പയിനിങ് അത് സെക്കൻഡറി. നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നല്ല നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതിനെപ്പം all that wooden tables or something, for example shoe racks, wooden ആണ്, it's broken. അത് എന്താ ചെയ്യാൻ പോണേ? ഹൗ വിൽ യു ബി ടേക്കിംഗ് ഇറ്റ്? അപ്പോൾ ഷൂ റാക്ക്, വുഡൻ റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ ഇടയിലാണ് ഞങ്ങൾ. ഇറ്റ്സ് ആക്ച്വലി ഹാവ് ടു ഗോ ത്രൂ സെപ്പറേറ്റ് ചാനൽ. ഇറ്റ് ഇസ് നോട്ട് കമ്പോസ്റ്റബിൾ, റീസൈക്കിളബിൾ അല്ല. മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തി ഇതുപോലെ ഒരാളെ കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഈ ചില സ്ഥലത്ത് ഈ ഡെക്കറേഷൻസ്, വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള വേസ്റ്റ് വരും. But as per our agreement, it has to go through a different channel. No, because actually many people might be moving out from here. They'll leave their beds, they'll leave their tables, all those things here, and they'll leave. Other association പോയി നോക്കാൻ പറ്റില്ല every time they have taken everything or not. മിക്കത് എന്താ സംഭവിക്കാച്ചാൽ റൂം ഓണേഴ്സ് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാനും പറ്റില്ല. ഇറ്റ് വിൽ ബി ടേക്കൻ ഡൗൺ ആൻഡ് വിൽ ബി കെപ്റ്റ് ദെയർ. അപ്പോൾ അങ്ങനെ വല്ല പ്രൊവിഷൻസ് ഉണ്ട്? അല്ല, അത് ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, പക്ഷേ ഞങ്ങളുടെ സർവീസിനകത്ത് അത് വരുന്നില്ല. കാരണം ഞങ്ങൾ റീസൈക്കിളബിൾ അല്ലെങ്കിൽ ഫോർവേഡ് ലിങ്കബിൾ സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. ഇതെല്ലാം ക്ലാൻഡസ്റ്റൈൻ സ്മഗ്ലിംഗ് ആണ്, എവിടെയെങ്കിലും കൊണ്ട് തട്ടുക എന്നുള്ളതാണ്. അതിന് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ കണക്ട് ചെയ്ത് തരും, അവർക്ക് കാശ് കൊടുക്കുക, അത് അവർ കൊണ്ടുപോകും. പ്രൊവിഷൻ ഉണ്ട്, എന്തും കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ട്. എവരിതിങ്. താങ്ക് യു. ബാഗ്, പില്ലോസ്, മാട്രസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ബീൻ ബാഗ്സ് അങ്ങനെയൊക്കെ ഉള്ളത്, ബീൻ ബാഗ് അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും താഴെ വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് താഴേക്ക് വരാൻ സമ്മതിക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ പോകുമ്പോഴത്തേക്കും ഒക്കെ എപ്പോഴും ഇട്ടിട്ട് പോകുന്ന സാധനങ്ങളാണ്. ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ എപ്പോഴും പോയി നോക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാധനം വരുമ്പോഴത്തേക്കും വേറെ ആളെ വെച്ച് കൊടുക്കുക, അതാണ്. നമുക്ക് ഒരാളെ അറേഞ്ച് ചെയ്യാം, അവരൊരു 10,000-2,500 രൂപ ചാർജ് ചെയ്യും. എങ്ങനെയാണ് അവർ വെച്ചത്? ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് അവർ ചാർജ് ചെയ്യും. അതാണ് ഞാൻ ആ ഒരു ക്ലോസ് ഞാൻ അതിനകത്തേക്ക് വെച്ചിരുന്നത്. കാരണം ഇതൊരു ഡൊമസ്റ്റിക്, ഒരു സിംഗിൾ ടൈം റെഗുലർ വേസ്റ്റാണ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വി വിൽ ട്രൈ ടു അക്കോമഡേറ്റ്. ഇപ്പം ബീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞത് പ്ലാസ്റ്റിക് ഷീറ്റും അകത്ത് തെർമോക്കോളിന്റെ ബീൻസ് ആയിരിക്കും. ഈ തെർമോക്കോൾ എങ്ങനെ റിമൂവ് ചെയ്യാം? റെഗുലർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. ആസ് മച്ച് ആസ് പോസിബിൾ വി വിൽ ട്രൈ ടു റിമൂവ്. പലപ്പോഴും ഈ വീട് മാറുമ്പോഴാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്. ബൾക്കായിട്ടുള്ള സാധനം വരുന്നത് അപ്പോഴാണ്, എല്ലാ അൽക്കുത്ത് സാധനം കാണും അതിനകത്ത്. അപ്പോൾ അതെൻ്റെ അഭിപ്രായത്തിൽ മാറ്റണത്. അപ്പം നമ്മൾ പലപ്പോഴും പറയണം ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റി നമുക്ക് അവരുമായിട്ട് ഈ വെണ്ടറെ കണക്ട് ചെയ്യാം, ഈ ട്രാൻസ്പോർട്ടിങ് ആളെ കണക്ട് ചെയ്യാം, അയാൾക്ക് കൊടുക്കുക, അയാൾ എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ പറയണേ. വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്താണ് ഈ പ്രശ്നം മുഴുവൻ പറഞ്ഞത്. വീട്ടിൽ ഈ വർക്ക് നടക്കുക, അല്ലെങ്കിൽ സിമെന്റ്, അതൊക്കെ നമുക്ക് ഈ സെപ്പറേറ്റ് ചാനലിൽ നമ്മളൊരാളെ അറേഞ്ച് ചെയ്ത് തരും, അവർക്ക് കൊടുക്കണം. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആണ് അത്, B&C വേസ്റ്റ്. അതൊക്കെ ഒന്നും ഇപ്പോൾ സൊല്യൂഷൻ ഇല്ല. എൻ്റെ ഫ്ലാറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റിയോട് പറയുക,
വീൽ അറേഞ്ച് സംബടി ദേ വിൽ കം ആൻഡ് ടേക്ക്. ജനറലി ഇപ്പം ഞങ്ങൾ സജസ്റ്റ് ചെയ്യണത് കോൺട്രാക്ടർ തന്നെ അത് സാധാരണ കൊണ്ടുപോകാറുണ്ട്. എല്ലായിടത്തും ഇപ്പം അങ്ങനെയാണ് ചെയ്യണത്. ദാറ്റ് ഇസ് ഹിസ് ജോബ്. അങ്ങനെ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഐ തിങ്ക് 90% we are already doing it. എക്സലന്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു വലിയ ചലഞ്ച് ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്. ഡെഫിനറ്റ്ലി we will be in need of support from each and every family. Correct. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എല്ലാവരെയും വിളിച്ചതും ഇങ്ങോട്ട്. എനിവേ ഇത്രയും പേര് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. താങ്ക് യു വെരി മച്ച്. ബാക്കിയുള്ളവരുടെ കുറേ പേര് പുറത്തുനിന്നൊക്കെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ്റെ കോപ്പി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അവയർനെസ് ഉണ്ടാവട്ടെ. ദെൻ നമുക്കൊരു ഹാപ്പി സൊസൈറ്റി ആയിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു ഓൾ. ആൻഡ് താങ്ക് യു ഓൾ.